അതിൽ എഴുതിയത്. ഇതെങ്ങനെ വന്നു? ഇനി വന്നത് ഒരുപാട് ഇതുപോലെ പറയാനുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഇതേപോലെയല്ല KNMന്റെ കൗൺസിൽ, ISMന്റെ തെരഞ്ഞെടുപ്പ് പറഞ്ഞാൽ അതിൻ്റെതായ സ്വകാര്യതയും കാര്യങ്ങളും വേണമല്ലോ. അത് റെക്കോർഡ് ചെയ്തിട്ട് യൂട്യൂബിൽ എങ്ങനെ ഇട്ടു? ആ ചോർന്നതിനെ പറ്റി ആരെങ്കിലും അന്വേഷിച്ചിട്ടുണ്ടോ? ഇനി KNMൻ്റെത്, ഇത് എങ്ങനെ ചോർന്നാലും ആർക്ക് കൊടുത്താലും ഒരു കുഴപ്പമില്ലാത്തതാണ്. ഒരു കുഴപ്പമില്ലാത്ത, കാരണം ഇതേ സംഗതി തന്നെയാണ് കണ്ണൂരിൽ പ്രസംഗിച്ചത്, എറണാകുളത്ത് പ്രസംഗിച്ചത്, തിരുവനന്തപുരത്ത് പ്രസംഗിച്ചത്, നമ്മുടെ ജില്ലാസ്ഥാനങ്ങളിലൊക്കെ പ്രസംഗിച്ചത് ഇതേ കാര്യമാണ്. അതൊക്കെ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്, ആളുകൾ കോപ്പി എടുത്തിട്ടുണ്ട്. അതേ കാര്യമാണ് കൗൺസിലിൽ വെച്ചിട്ടും സംസാരിച്ചിട്ടുള്ളത്. പിന്നെയുള്ള ഒരു പ്രശ്നം, ഷബാബിൽ TP ഇങ്ങനെ പറഞ്ഞു, AP ഇങ്ങനെ പറഞ്ഞു, മദൻ ഇങ്ങനെ പറഞ്ഞു, അഹമ്മദ് അലി മദൻ ഇങ്ങനെ പറഞ്ഞു എന്ന് എടുത്തു കൊടുത്തല്ലോ. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് അൽഫ മറ, 1000 വട്ടം റബ്ബിന് സ്തുതി. എന്താ കാരണം എന്നറിയോ? മുജാഹിദ് പ്രസ്ഥാനം മുഴുവൻ നവയാഥാസ്ഥികരാണ് എന്നാണ് ഇവർ ഈ പ്രസ്ഥാനത്തിന്റെ പേരിൽ കുതിര കയറി നടന്നിരുന്നത്. ഞാൻ പ്രസംഗിച്ചത് തന്നെ പരപ്പനങ്ങാടിയാണ് ഞാനിത് ആദ്യം പ്രസംഗിച്ചത്. പൂഞ്ഞൂർ ഒരു അബൂക്കറാജി ഉണ്ടായിരുന്നു. അയാളെ ആ പള്ളിയിൽ അവിടുത്തെ ഒരു ഖുറാഫി ബോംബെറിഞ്ഞ് അയാൾ മരണപ്പെട്ടുപോയി. അയാൾക്ക് പിന്നീട് മാനസിക അസുഖം ബാധിച്ച് ഞാനാണ് ഇത് എറിഞ്ഞത്, ഞാനാണ് അയാളെ കൊന്നത്, ഇന്നോലാണ് അത് പറഞ്ഞത് എന്നൊക്കെ അയാൾ വിളിച്ചറിഞ്ഞ് നടന്നിരുന്നു. ഇതേപോലെയാണ്, നിങ്ങൾ കൊന്ന പാപം തിന്നാൽ തീരുന്നാണ്. ഞങ്ങളെ യാഥാസ്ഥികരാണ്, ജിന്നിനോട് വിളിച്ച് സഹായം ചോദിക്കുന്നവരാണ് എന്ന് പറഞ്ഞ നിങ്ങളുടെ വായ കൊണ്ട് തന്നെ തിരുത്തിയിരിക്കുന്നു, നിങ്ങളുടെ പേന കൊണ്ട് തിരുത്തിയിരിക്കുന്നു, നിങ്ങളെക്കൊണ്ട് ഞങ്ങൾ തിരുത്തിക്കും എന്നാണ് നമ്മൾ പറഞ്ഞത്. പിന്നെ ആ വാദം ഇങ്ങനെ സക്കരിയാക്ക്, ജബ്ബാറുമോലേക്ക്, മറ്റേ ആൾക്ക്, മറിച്ചയാൾക്ക് അറിഞ്ഞ് ഓൽക്ക് പണി അത് തന്നെയല്ലേ, ഇതിന്റെ ഉള്ളിൽ എന്തെങ്കിലും കുത്തിത്തിരിപ്പുണ്ടാക്കാൻ നോക്കുക. പക്ഷെ ഈ പ്രസ്ഥാനത്തെ മുഴുവൻ ജിന്നിനോട് സഹായം ചോദിക്കുന്നവരാണ് എന്ന് പറഞ്ഞ അവർ തിരുത്തി പറഞ്ഞു, അല്ല, KJU KNM ഇതിന് എതിരാണ്, ആ വാദക്കാർ വേറെ ചില വ്യക്തികളാന്ന് പറഞ്ഞു. ഇത് ഹൈറല്ലേ നമുക്ക്? അതുകൊണ്ട് ഒരു ദോഷവും നമുക്കുണ്ടായിട്ടില്ല. ഇനി ഞാൻ ചോദിക്കട്ടെ, ബൈലക്സിൽ വിട്ടിരുന്ന ഒരു പ്രസംഗം ഇപ്പറഞ്ഞ ഹദീസ് സെമിനാറിൽ ഞാൻ ആ CD കേട്ടതുകൊണ്ട് കൃത്യമായിട്ട് ഞാൻ പറയാം. ഞാൻ തുറന്നു പറയാം, അവിടെ പ്രസംഗിച്ച ഒരാൾ, ഇനിയിപ്പോൾ എല്ലാവരും കൂടി പേര് പറയാ ആവൂല, വേണമെങ്കിലേ പറയും ചെയ്യാന്നുള്ളൂ. പറയാണ്, ഇവിടെ 2 കക്ഷികളുണ്ട് നമ്മളെ പ്രസ്ഥാനത്തിൽ. ഒന്ന് ജിന്ന് ബാധിക്കുന്ന് പറയുന്ന ഒരു കക്ഷി, സക്കരിയ സലാഹിന്റെ കക്ഷി. ജിന്ന് ബാധിക്കൂലെന്ന് പറയുന്ന അബ്ദുറഹ്മാൻ സലഫിന്റെ കക്ഷി. ഇത് മാലോകര് കേൾക്കെ ബൈലക്സ് കൂടിയല്ല അന്ന് പ്രസംഗിച്ചത്. ആ പ്രസംഗിച്ചത് മറ്റൊരു കേട്ടാൽ ഇവിടെ 2 കക്ഷിയാണ് എന്ന് ആരാ കേൾക്കാത്തത്? അതിനെപ്പറ്റി ആരും പരിഭവപ്പെടാത്തത് എന്താ? അത് ശരിയല്ല എന്ന് ആരെങ്കിലും എവിടെയെങ്കിലും വെച്ച് പറഞ്ഞിട്ടുണ്ടോ? അപ്പോൾ ഇഷ്ടമില്ലാത്തവൻ തൊട്ടതൊക്കെ കുറ്റം എന്ന് പറയുന്നത് പോലെ ഇന്ന് ചില ആളുകൾ ഈ നേതൃത്വത്തെ, അതേപോലെ ഈ നിലപാടിനെ, ഈ തീരുമാനത്തെ, അതിന് എന്തോ വിമർശിക്കാൻ ഉള്ള ഒരു രീതി സ്വീകരിച്ചു വരികയാണ്. അത് യഥാർത്ഥത്തിൽ ശരിയല്ല എന്നാണ് അതിനെ സംബന്ധിച്ച് സൂചിപ്പിക്കാനുള്ളത്. സമയം എനിക്ക് പ്രശ്നമല്ല കേട്ടോ, ഞങ്ങൾക്ക് ഉണ്ടാക്കും പ്രശ്നമില്ല. നിങ്ങൾക്ക് പ്രശ്നമില്ലെങ്കിൽ ഞങ്ങൾക്ക് തുടരുന്നതിനും കുഴപ്പമില്ല, നിങ്ങൾ തീരുമാനിച്ചു. ഈ പറഞ്ഞത് പറഞ്ഞിട്ട് പോരെ, ഇത് കഴിഞ്ഞോട്ടെ. പിന്നെ ജിന്ന് ബാധിക്കൂല എന്നുള്ള വാദം ജമിയത്തുലമക്കുമില്ല, അതേപോലെ തന്നെ KNMനും ഇല്ല. അത് ഞാൻ ഇന്നലെ വായിച്ചല്ലോ, ആ തീരുമാനത്തിൽ വായിച്ചു, ക്ലിയറാണത്. അത് ഇന്നലെ പറഞ്ഞില്ലേ, ചികിത്സ അല്ലാന്നാ പറയണത് എന്ന്. ഇവിടെ ഇന്നലെ അത് അങ്ങനെ പറഞ്ഞിട്ടും അത് കേട്ട ആളുകൾ എന്നെ പുറത്തു പോയിട്ട് സെലഫി പറഞ്ഞത് ചികിത്സ അല്ലാന്നാണ് എന്നാ പറഞ്ഞിടക്കണത്. എന്താ ചെയ്യാ? ഇനിതാ പിന്നെ അമീർ അതെ.
ശരി, അതിനൊരു അനുബന്ധം കൂടി ഞാൻ പറയാം. എന്റെ പോണ ആളുകൾ പോയിക്കോളൂ കേട്ടോ, കാരണം അത് നടക്കണമല്ലോ. പിന്നെ ഇപ്പോ നിഅമത്തുള്ള ഫാറൂഖിന്റെ പ്രസംഗം അത് CD ക്ലിയർ ആക്കണതിന്റെ മുമ്പ് യൂട്യൂബിൽ അത് വന്നു. അപ്പൊ ഞങ്ങൾക്കൊരു സംശയം തോന്നി, റെക്കോർഡ് ചെയ്തവനല്ലാത്ത വേറൊരുത്തന്റെ കൈക്കത് പോലല്ലോ. ഓനെ ശരിക്ക് വിളിച്ച് കൈകാര്യം ചെയ്ത് ഓൻ അവിടെ നിന്ന് പുറത്താക്കി. ഇതൊക്കെ സംഘടന ചെയ്യുന്നുണ്ട്. അതല്ലാതെ ആ CD മാത്രം അവിടുത്തെ പിന്നെ ക്ലാസ്സുകളിൽ പുറത്തിറക്കിയിട്ടില്ല, ബാക്കിയുള്ളതൊക്കെ പുറത്തിറക്കുകയും ചെയ്തില്ല. അതെ, ചോദിച്ചാലല്ലേ പറയാൻ കഴിയുള്ളൂ. ഇനി ഇത് കഴിഞ്ഞോട്ടെ. എന്നിട്ട് അല്ല, അത് ഇനിയും ഞാൻ പറയട്ടെ, ഇനിയും അങ്ങനെ പറയരുത്. 1000 തവണ നോ, ഇനിയെ സമ്മതിക്കൂല. ശിർക്ക് അല്ല, ഇനി അത് പറയണ്ട. ഇത്ര സമയം അതിനാ ചെലവഴിച്ച് ശിർക്ക് ആരോപണം എന്നുള്ളത് വെറും ആരോപണമാണ്, കഴമ്പില്ലാത്തതാന്നുള്ളത് അസംബന്ധമാണ്. അത് പറയരുത്. പ്രോത്സാഹിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഇതാണ് പലയിടങ്ങളിലും എഴുതി. നിങ്ങൾ വരെ ഈ സംസാരിക്കുന്ന എന്തിന്റെ പേരില? താങ്കൾ തന്നെ സംസാരിക്കുന്ന എന്തിന്റെ പേരില? എന്തിന്റെ പേരില? നിങ്ങളിത് നിസ്സാരായി കഴിഞ്ഞത്. ഇത് എന്റെ ഒരു പ്രശ്നം. നിങ്ങൾ ചീത്ത പറഞ്ഞോ, എനിക്ക് വിരോധമല്ല. ശിർക്കല്ലാത്തൊരു കാര്യം ശിർക്കാണെന്ന് പറയാൻ പാടില്ല. ശിർക്കായ ഒരു കാര്യം ശിർക്കല്ല എന്ന് പറഞ്ഞു നടക്കുക ഗുരുതരാണ്. അതാണ് ഇന്ന് മുജാഹിദ് പ്രസ്ഥാനത്തിൽ ഈ വിഭാഗീയതയ്ക്ക് കാരണം. അതുകൊണ്ടാണ് അതിനെപ്പറ്റി ഇനി പറയണ്ട. പിന്നെ ഇത് നിസ്സാരാണ്, അന്വേഷിച്ച് നോക്കിയ നിസ്സാരാണ്. നിസ്സാരമല്ല. ശിർക്കിന്റെ ഒരു കാര്യത്തെ നിങ്ങൾ ഇങ്ങനെ നിസ്സാരാക്കിയിട്ട് പിന്നെ എന്ത് മുജാഹിദാണ്, എന്ത് ഇസ്ലാഹി പ്രവർത്തകനാണ്, എന്ത് ആദർശാണ്, അത് പറയരുത്. ഞാൻ പറയട്ടെ, ഞാൻ ആവർത്തിച്ചു പറഞ്ഞു. ഇനിയും ഞാൻ പറയട്ടെ, ഇത് ഖുറാഫികളുടെ ഒരു നിലപാട് പോലെ ചോദിച്ചത് തന്നെ ആവർത്തിച്ച് പറയാ, അസംബന്ധമായി. ഞാൻ പറയട്ടെ, ഇത് ഞാൻ പറഞ്ഞ ഇവിടെ ഉണ്ടായത് യാ ഇബാദല്ല അല്ല. നിങ്ങൾ എന്തിനാക്കി തീർക്കുന്നത്? ഈ ജബ്ബാർ മൗലവി പറയണതൊന്ന് കേൾക്കിയേനി. കാരണം വെറുതെ തർക്കിച്ചുകൊണ്ട് പിന്നെ അതിന് നീങ്ങി പോകാൻ അത് പറ്റില്ല. ഇത്ര നേരം പറ്റില്ല. ഇത്ര നേരം വേറെ ആരും സംസാരിക്കണ്ട, ഞാൻ സംസാരിക്കാം. ഇത്ര നേരം ഈ കാര്യം വിശദീകരിച്ചത് അബ്ദുൽ ജബ്ബാർ മൗലവി എഴുതിയ ഈ ലേഖനം. ഞാൻ പറയട്ടെ, ഒന്ന് കേൾക്കി. അവിടെ ഇരിക്കി. പോണ ആളുകൾക്ക് പോകാം, അല്ലാത്തവര് മാത്രം ഇരുന്നാൽ മതി. എന്നിട്ട് എല്ലാം കഴിഞ്ഞ് അവസാനം പിന്നെ മറ്റേ ചോദ്യം തന്നെ ചോദിച്ചു പോകാമെന്ന് വിചാരിക്കണ്ട. കാരണം എന്താ അറിയോ, അത്ര ബുദ്ധിയും ബോധമില്ലാത്തതല്ല. ആ പ്രായം വരുമ്പോ ഈ പണിയൊക്കെ നിർത്തി പെറിയിലിരിക്കും. ഇപ്പോ കൃത്യമായിട്ട് പറഞ്ഞതിന്റെ ഉദ്ദേശം എന്താന്ന് തിരിയണ ആളുകളാണ് ഞങ്ങള്. എന്നിട്ട് ഇതിൽ അത്ര കഴമ്പില്ല എന്ന് തോന്നിയെന്നല്ലേ? ആ ഒരു തോന്നൽ വേണ്ട. ഈ കഴമ്പുള്ളതുകൊണ്ടാണ് ഞങ്ങളൊക്കെ ഊണ് ഉറക്കം ഒഴിച്ചതിന് മെനക്കെടുന്നത്. ഞാനിപ്പോ ഇവിടെ സംസാരിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഈ വെള്ളം കുടിക്കുന്നത് എന്താ അറിയോ, ഷുഗർ 793 ആയ ആളാണ് ഈ നിൽക്കുന്നത്. ഇപ്പൊ കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് ഞാൻ സൗദി പോണതിന്റെ മുമ്പ് ഒരു ഭാഗം തളർന്നുപോയി. ഈ വിഷയം പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോ തന്നെ ഞാൻ മേശയിൽ കയറി ഇരുന്നിട്ടാ സംസാരിക്കുന്നത്, കസേരയിൽ ഇരുന്നിട്ടാ സംസാരിക്കുന്നത്. ഒരു ഭാഗം തളർന്നു പോയിരുന്നു. ഞാൻ 4 ദിവസം മെഡിക്കൽ കോളേജിൽ കിടന്നിട്ടാണ്. ചെല്ലുമ്പോ 536 എന്റെ ഷുഗർ. ഇവിടെ രാത്രി ഉറക്കില്ല. ഇവിടെ വന്നിട്ടുള്ള അവസ്ഥകൾ ഇതാണ്. ഇതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഈ വെള്ളം കുടിക്കുന്ന ഷുഗറിന്റെ പ്രശ്നം നിങ്ങൾ മനസ്സിലാക്കണം. ഇങ്ങനെ ഇത്രയും വിശദമായി വ്യക്തമായി ആവർത്തിച്ച് പറഞ്ഞിട്ട് ഇപ്പൊ ഇതൊക്കെ കേട്ടു നോക്കുമ്പോൾ ഞങ്ങൾക്ക് ഇതിൽ ഒരു കഴമ്പുമില്ല എന്നാ തോന്നുന്നത്. അങ്ങനെ ഞങ്ങൾക്കിന് പറയണ്ട. താങ്കൾക്കുണ്ടെങ്കിൽ താങ്കളുടെ കാര്യം മാത്രമേ അവിടെ ഇരിക്കൂ. ഞാൻ പറഞ്ഞു കേൾക്കട്ടെ. എന്നിട്ടിപ്പോ പറഞ്ഞുകൊണ്ടിരുന്ന ചോദ്യം എന്താ അറിയോ? ഈ ചോദ്യം ഒരടിസ്ഥാനവുമില്ലാത്ത ചോദ്യമാണ്. ഇവിടെ ഉള്ളത് യാ ഇബാദല്ല അഴിനോനി എന്ന ഹദീസിന്റെ വ്യാഖ്യാനത്തില് ജിന്നിനോട് സഹായം ചോദിച്ചാൽ അത് ശിർക്ക് അല്ല എന്ന് ചില പണ്ഡിതന്മാര് പറഞ്ഞിട്ടുണ്ടല്ലോന്നാ. കേരളത്തിൽ ഈ ഫിത്തിനക്ക് വിത്തിട്ട അബ്ദുൽ ജബ്ബാർ മൗലവി അൽ ഇസ്ലാഹി മാസികയിൽ എഴുതിയതിനെ സംബന്ധിച്ച് അദ്ദേഹം പറഞ്ഞത് യാ ഇബാദല്ല അഴിനോനി എന്ന ഹദീസുമായി ബന്ധപ്പെട്ടല്ല ഞാനിത് എഴുതിയത് എന്നാണ്. ഇതിന് സാക്ഷികൾ വേറെയുമുണ്ട്.
കെ സക്കരിയ സലാഹി വ്യക്തമായി പറഞ്ഞു. അബ്ദുൽ ജബ്ബാർ മൗലവി പറഞ്ഞത് ഞാൻ അപ്പോൾ തന്നെ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നിങ്ങളത് തെറ്റാണ്. മാത്രവുമല്ല ജനറലൈസ് ചെയ്ത് പറയുകയാണെങ്കിൽ തെറ്റാണ്. അബ്ദുൽ ജബ്ബാർ മൗലവി ജനറലൈസ് ചെയ്ത് പറഞ്ഞതാണ്. യാ ഇബാദല്ലാഹ് അഈനൂനി എന്നതിന് മറുപടി പറഞ്ഞുകൊണ്ട് എഴുതിയതല്ലെന്ന് അദ്ദേഹം കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അതാണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്. ഒന്ന്. രണ്ടാമത്തെ കാര്യം, യാ ഇബാദല്ലാഹ് അഈനൂനി എന്നുള്ള തെളിവാണെങ്കിലും അത് ഒരു തെളിവില്ലാതെയാണെങ്കിലും ഈ പറഞ്ഞത് ഷിർക്ക് എന്ന് പറഞ്ഞ ഷിർക്ക് തന്നെ, ഷിർക്ക് എന്ന് പറഞ്ഞ ഷിർക്ക് തന്നെ. ഇനി ആരാണ് ജിന്നിനോട് സഹായം ചോദിക്കുന്നത്? ഈ ഹദീസ് കൊണ്ട് ജിന്നിനോട് സഹായം ചോദിച്ചാൽ ഷിർക്കല്ലാതെ ആവോ? വേറുള്ള ഹദീസ് കൊണ്ടാണെങ്കിലേ ഷിർക്കാവൂ. ഇതെന്ത് പൊട്ടത്തരാണ്? ഒരു മുജാഹിദ് പ്രവർത്തകനും സാമാന്യ ബുദ്ധിയുള്ള ഒരാളും പറയാൻ പാടേണ്ടത് യാ ഇബാദല്ലാഹ് അഈനൂനി എന്ന ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ജിന്നിനോട് സഹായം ചോദിക്കാമെന്ന് പറഞ്ഞാൽ അത് ഷിർക്കാവൂല. നേരെ മറിച്ച് വേറെ ഏതെങ്കിലും ഹദീസിന്റെ അടിസ്ഥാനത്തിലാണെങ്കിലേ ഷിർക്കാവുള്ളൂ. ഒരു പൊട്ടത്തരല്ലത്. ഇനി ഞാനിത് തുറന്നു പറയാന്നിട്ട് കാര്യമല്ല. ഇതുവരെ ഞാൻ വളരെ സൗമ്യമായിട്ടാണ് പറഞ്ഞത്. ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ ഷിർക്കാവൂല, വേറുള്ള ഹദീസിന്റെ അടിസ്ഥാനത്തിലായെങ്കിൽ ഷിർക്കാവുള്ളൂ. വിഷയം എന്താ? ജിന്നിനോട് സഹായം ചോദിക്കലാണ്. അത് ഷിർക്കാവൂലേ? അത് ഷിർക്ക് തന്നെയാവും. ഇനി സംശയം ഉണ്ടെങ്കിൽ ഇതാ 2-3 കൂടി ഞാൻ പറഞ്ഞുതരാം. ഇനി നിങ്ങളിത് ചോദിക്കരുത്. ഒന്ന്, ഇഷ്ടം പോലെ ആയിട്ടുണ്ട്, ഇനി ഒരാൾക്കുണ്ടാവണം സംശയം ഉണ്ടാകാത്ത. പക്ഷെ പിന്നെ ഇത് ചോദിക്കുമ്പോൾ സങ്കടം വന്നു പോവുകയാണ്. ഇത് മുജാഹിദ് പ്രവർത്തകരാണ് ഈ അവസ്ഥയ്ക്ക് എത്തിയുന്നത്. എന്നിട്ടിത് നിസ്സാരാന്ന് പറയും ചെയ്യാം. നോക്കൂ, ഷെയ്ഖ് ഇബ്നു ബാസ് വളരെ വ്യക്തമായി പറഞ്ഞു, നേരത്തെ വായിച്ചതാണ്. അതിൽ കൃത്യമായി പറഞ്ഞത് ഇത് മുഴുവനും വഅമ്മൽ ഇസ്തിഗാസത്തു ബിൽ അംവാതി വൽ ജിന്നി വൽ മലായികത്തി വൽ അസ്ജാരി വൽ അഹ്ജാരി ഫദാലിക മിനശ് ശിർക്കിൽ അക്ബർ എന്ന് പറഞ്ഞു. ഇതേപോലെ തന്നെ ലജ്നത്തു ദായിമന്റെ ഫത്വ നേരത്തെ ലാ തജൂസുൽ ഇസ്തിആനത്തു ബിൽ ജിന്നി ഫീ മഅരിഫത്തി നൗഇൽ ഇസാബ വനൗഇ ഇലാജിഹ ലിഅന്ന അൽ ഇസ്തിആനത്തു ബിൽ ജിന്നി ശിർക്കുൻ, ജിന്നിനോട് സഹായം ചോദിക്കുന്നത് ഷിർക്കാണ്. ലജ്നത്തു ദായിമന്റെ വേറൊരു ഫത്വ, അത് നേരത്തെ ഇബ്നു ബാസിന്റെ മുമ്പുണ്ടായിരുന്ന ആലു ഷെയ്ഖ് മുഹമ്മദ് ബിൻ ഇബ്രാഹിം ആലു ഷെയ്ഖാണ്. അദ്ദേഹത്തിനോടൊരു ചോദ്യം, വളരെ കൃത്യമാണ് ആ ചോദ്യം. അദ്ദേഹത്തിനോട് ചോദിച്ചത്, ജിന്നിനോട് സഹായം ചോദിക്കാണ് ഒരാൾ, എങ്ങനെ? ഖുദൂഹു ഇൻഫിറൂ ബിഹി, ഓനങ്ങട്ട് പിടിച്ചോ ജിന്നെ ഓനങ്ങട്ട് ആട്ടിപ്പായിപ്പിക്ക് എന്നാണ് പറയുന്നത്, പ്രാർത്ഥിക്കല്ല. അങ്ങനെ പറഞ്ഞാൽ ഫഖാല ഫി മജ്മൂഇ ഫതാവ വഹാദിഹി കലിമാത്തുൻ ലാ തജൂസു മിൻ സലാസത്തി ഔജുഹിൻ മൗഖൂദ മിൻ ളാഹിരിൽ അൽഫാൽ, 3 നിലയ്ക്ക് ഇത് പാടില്ല. എന്നിട്ട് പറയാം, ഒന്ന്, മുസ്ലിമായ ഒരാളെ ഓനെ പിടിച്ചോ എന്ന് പറഞ്ഞ് ജിന്ന് ഓനെ പിടിച്ചു ഉപദ്രവിക്കുകയാണെങ്കിലോ ഒരു മുസ്ലിമിനെ ഉപദ്രവിക്കുക എന്നുള്ള നിലയ്ക്ക് തെറ്റാണ്. 2, ഇന്നഹു ത്വലബും മിനൽ ജിന്നി, ഇത് ജിന്നിനോടൊരു ആവശ്യം ഉന്നയിക്കലാണ്, ആവശ്യപ്പെടലാണ്. അപ്പോൾ ഫയദ്ഖുലു ഫീ സുആലിൽ ഗായിബീൻ, അത് അദൃശ്യമായവരോട് ചോദിക്കുന്നതിലാണ് ഉൾപ്പെടുക എന്ന് പറഞ്ഞാൽ യുഷ്ബിഹു സുആലൽ അംവാതി, അദൃശ്യമായവരോട് ചോദിക്കുന്നത് ജിന്നിനോട് ചോദിക്കുന്നതിനോട് സമമാണ്. ഫീഹി റായിഹത്തു മിൻ റവായിഹി ശിർക്കി, അതെ, മരിച്ചവരോട് ചോദിക്കുന്നതിന് സമമാണ് ആ കാണാത്തവരോട് അദൃശ്യമായവരോട് ചോദിക്കുന്നത്. അതുകൊണ്ട് ഫീഹി റായിഹത്തു മിൻ റവായിഹി ശിർക്കി, അതിൽ ഷിർക്കിന്റെ ഗന്ധമുണ്ട്, ഷിർക്കിന്റെ മണമുണ്ട് എന്നാണ്. 3-ാമത്തെ അദ്ദേഹം പറയുന്നത്, ഇതിന് ഈ ഓനെ പേടിപ്പിക്കൽ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഇത് പറയുന്നതെങ്കിലോ ലഉൽഹിഖ ബിശ്ശിർകിയാത്തിൽ ഹഖീഖിയ, അത് യഥാർത്ഥ ഷിർക്കിന്റെ കൂട്ടത്തിൽ തന്നെയാണ് ചേർക്കപ്പെടുക എന്ന് നിങ്ങൾ നോക്കിക്കോളി. ഇതേപോലെ തന്നെ ഇആനത്തുൽ മുസ്തഫീദ്, സാലിഹുൽ ഫൗസാന്റെ അദ്ദേഹവും പറഞ്ഞു ഇതുപോലെ ഒട്ടനവധി ഗ്രന്ഥങ്ങളിൽ. ഇനിയിപ്പതിങ്ങനെ ഗായിബാകെ എങ്ങനെ, ഷിർക്കാകെ എങ്ങനെ സംശയിക്കണ്ട. ഇതാ ഈ കാണുന്നതൊക്കെ തെളിവിന്റെ അടിസ്ഥാനത്തിൽ മഹാപണ്ഡിതന്മാര് ഗ്രന്ഥങ്ങളിൽ എഴുതി വെച്ച കാര്യങ്ങളാണ്. ഇത് ഷിർക്കാണെന്ന് പറയാനുണ്ടായ കാരണം മറ്റൊന്നുമല്ല. ഇതാ ഒന്നാമത് ലജ്നത്തു ദായിമന്റെ ഫത്വയിൽ ഫആലമുൽ ജിന്നി വഅഹ്വാലുഹും ഗൈബിയ്യുൻ ബിന്നിസ്ബത്തി ലിൽ ഇൻസി ലാ യഅലമൂന മിൻഹാ ഇല്ലാ മാ ജാഅ ഫീ കിതാബില്ലാഹി തആല വസഹഹ മിൻ സുന്നത്തി റസൂലില്ലാഹ് ഫയജിബുൽ ഈമാനു ബിമാ സബത്. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ജിന്നുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും അദൃശ്യമാണ്, ഗൈബിയാണ്. ഹാജറും ഹാജറില്ലാത്തതും ഒരു വ്യത്യാസമല്ല. ഇതേപോലെ തന്നെ നിങ്ങൾ നോക്കിക്കോളൂ, മലക്കുകളും അങ്ങനെ തന്നെയാണ്. വൽ മലായികത്തു ആലമുൻ ലത്തീഫുൻ ഗൈബിയ്യുൻ ഗൈറു മഹ്സൂസ്,
മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ദൃശ്യമായതോ സ്പർശ്യമായതോ കാര്യകാരണ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലോ ഉള്ളതല്ല, അദൃശ്യമായ ലോകമാണ് മലക്കുകളും. ഇതേപോലെ തന്നെ ഫൈനൽ ഈമാന ബിൽ മലായികത്തി ഈമാനുൻ ഗൈബിയ്യുൻ ദാലിക ലിഅന്നഹു ആലമുൻ ഗൈറു മർഇയ്യിൻ. അദൃശ്യമായ ലോകമാണ് മലക്കുകളുടെ ലോകം. അതുകൊണ്ട് മലക്കുകളിലുള്ള വിശ്വാസം അദൃശ്യമായ വിശ്വാസമാണ്, ഗൈബിയായ വിശ്വാസമാണ്. വൽ ഈമാനു ബിൽ ജിന്നി ഈമാനുൻ ഗൈബിയ്യുൻ. ജിന്നിലുള്ള വിശ്വാസം അദൃശ്യമായ വിശ്വാസമാണ്. ലിഅന്നഹും ആലമുൻ ഗൈറു മർഇയ്യിൻ അയ്ളൻ വത്തസ്ദീഖു ബിൽ ഗൈബി കുല്ലിഹി ഇന്നമാ യഖൂമു അലാ ഖാഇദത്തിൻ മതീന എന്ന് പറഞ്ഞുകൊണ്ട് എന്ന് നോക്കിക്കോളി. ഷെയ്ഖ് ഉസൈമീൻ അദ്ദേഹത്തിന്റെ കിതാബ് തൗഹീദിന്റെ ശറഹിൽ ഖൗലുൽ മുഫീദിൽ അദ്ദേഹം പറയാ, അൽ ജിന്നു ഹും ആലമുൻ ഗൈബിയ്യുൻ മഖ്ഫിയുൻ അന്ന. ജിന്നു എന്ന് പറഞ്ഞ അദൃശ്യമായ ലോകമാണ്, നമ്മിൽ നിന്ന് അപ്രത്യക്ഷമായ മറഞ്ഞിരിക്കുന്ന ഒരു ലോകമാണ് എന്ന് അദ്ദേഹം തന്നെ എടുത്തു പറയുന്നു. ഇതേപോലെ തന്നെ വളരെ വ്യക്തമായി ഉസൈമീന്റെ തഫ്സീറിൽ അദ്ദേഹം പറയാണ്, വൽ ജിന്നു ആലമുൻ ഗൈബിയ്യുൻ ഖുലിഖു മിൻ നാർ എന്ന് പറഞ്ഞിട്ട് ഫസുമ്മു ജിന്നൻ ലിഅന്നഹും മുസ്തതിറൂന അനിൽ അയ്യുനി ഹൈസു ഇന്നഹും യറൗനനാ വലാ നറാഹും ഹാദാ ഹുവൽ അസ്ലു അന്നഹും ആലമുൻ ഗൈബിയ്യുൻ. അദൃശ്യമാണ്, ഗായിബാണ്. ഗായിബിനോട് വിളിച്ച് സഹായം ചോദിക്കുന്നത് ഷിർക്കാണ്. ഗായിബിനോട് ചോദിക്കുന്നത് മയ്യിത്തിനോട് ചോദിക്കുന്നത് പോലെയാണ്, അത് ഷിർക്കാണ്. ഈ നിലക്ക് തന്നെയാണ് അവിടെ പ്രാർത്ഥന. എവിടെ കൊണ്ട് ഷിർക്കാവോ, അതിൽ സംശയമുണ്ട് എന്നൊരു പ്രശ്നം ഉത്ഭവിക്കണില്ല. ഈ വിഷയത്തിൽ അബ്ദുൽ ജബ്ബാർ മൗലവി എഴുതിയത് പച്ച ഷിർക്കാണ്. പക്ഷെ അതിൽ നിന്ന് രക്ഷപ്പെടുത്താൻ 5-6 കൊല്ലം നടത്തിയ ശ്രമങ്ങളാണ്. ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് കേട്ടു നോക്കുമ്പോൾ ഞങ്ങൾക്കൊക്കെ തോന്നുന്നത് ഇത് രണ്ടും കുറെ അങ്ങോട്ടും ഇങ്ങോട്ടും, അതിലേറ്റവും ഗൗരവം ഷിർക്ക് ആരോപിക്കലാണ്. ആരോപിക്കലല്ല ഷിർക്കിന്, ഷിർക്കല്ലെന്ന് പറയലാണ്, അതാണ് ഗൗരവം. അതുകൊണ്ട് ഷിർക്ക് ഷിർക്കാണെന്ന് പറയണം. അതാണ് മുജാഹിദ് പ്രസ്ഥാനം ചെയ്യുന്നത്. അതാണ് ആ വിഷയത്തെ പറ്റി പറയാനുള്ളത്. ഇത്രയും പകൽ വെളിച്ചം പോലെ ഈ കാര്യം പറഞ്ഞിട്ട് ഇനിയും അത് അങ്ങനെയല്ല എന്ന് തോന്നുന്ന ആൾക്ക് അയാളുടെ മനസ്സിൽ അതുമായിട്ട് നടക്കാം. അത്ര മാത്രമേ പറയാനുള്ളൂ. യാസിർ ഇബ്നു ഹംസ എന്ന് പറഞ്ഞാൽ ആരാന്നുള്ളത് അബ്ദുറഹ്മാൻ സലഫിക്ക് അറിയാം. മുജാഹിദ് പ്രസ്ഥാനവുമായിട്ട് അയാളെ ബന്ധപ്പെടുത്തി നമ്മളെ നാട്ടില് അയാള് മലയാളിയാണ്, ജനിച്ചതും വളർന്നതും പഠിച്ചതും സൗദിയിലാണ്. മനസ്സിലായില്ലേ? അപ്പൊ അയാളെ നമ്മളെ പ്രസ്ഥാനമായിട്ട് അടുപ്പിച്ചു കൊണ്ടുവന്ന ആളും ഞാൻ തന്നെയാണ്. ഇടവണ്ണ കൊണ്ടുവന്ന് 2 പ്രാവശ്യം അവിടെ ഞാൻ പരിപാടിയിൽ പങ്കെടുത്ത് പ്രസംഗിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹം ഈ വിഷയമായി ഞങ്ങൾ ഇപ്പൊ അവിടെ ചെന്നപ്പോ സംസാരിച്ചിട്ടും ഉണ്ട്. ഈ വിഷയത്തിൽ ഞങ്ങളും അയാളും തമ്മിൽ ഒരു പ്രത്യേക ചർച്ച ഹനീഫ് കായക്കൊടി തയ്യാറായിട്ടില്ല എന്നുള്ളത് കളവാണ്. ഹനീഫ് കായക്കൊടി അദ്ദേഹവുമായി വളരെ സൗഹാർദ്ദപൂർവം മദീനത്ത് വെച്ച് കണ്ട് സംസാരിച്ചിട്ടുണ്ട്. ഈ ചർച്ചയ്ക്ക് അയാൾ വിളിച്ചിട്ടുമില്ല, ഹനീഫ് കായക്കൊടി പോയിട്ടില്ല എന്ന് പറയുന്നത് കളവാണ്. ആര് പറഞ്ഞാലും ഈ ജാതി കളവുകളാണ് നടക്കുന്നത്. ഇനി അദ്ദേഹത്തിന് ഈ വിഷയത്തിൽ പറയാനുള്ളത് എന്താണ്? മദീനത്തെ കുട്ടികളുടെ കയ്യിലുള്ളത് എന്താണ്? ഇപ്പൊ നിങ്ങളൊക്കെ കയ്യിൽ, നൊഴ്മാനൊക്കെ കയ്യിൽ ഇപ്പൊ കൊണ്ടുനടക്കുന്നത് എന്താണ്? ഇതിന്റെ ഒക്കെ കോപ്പി ഇവിടെ ഇരിക്കുന്നുണ്ട്. ഇതൊന്നും കാണാത്തോലൊന്നുമല്ല ഞങ്ങള്. ഇതൊക്കെ കണ്ടതാ. ഇതാണ് മദീനത്തെ കുട്ടികളും, ഇതാണ് യാസിർ ഹംസയും യഥാർത്ഥത്തിൽ ഉദ്ധരിച്ചിട്ടുള്ളത്. മനസ്സിലായില്ലേ? അത് ശരിക്കൊന്ന് കേൾക്കുകയാണെങ്കിൽ യാസിർ ഹംസ പറഞ്ഞത് ജിന്നിനോട് സഹായം ചോദിക്കുന്നത് ഷിർക്ക് അല്ല, അനുവദനീയമാകും എന്നാണോ പറയുന്നത് എന്ന് നോക്കിയാൽ അനുവദനീയമാകുന്നതുണ്ട് എന്നുള്ളത് ഒരാൾക്കും പറയാൻ കഴിയില്ല. അങ്ങനെ ചില ആളുകൾ പറഞ്ഞ ഉദ്ധരണികളുണ്ട്, അത് പ്രമാണമായിട്ട് സ്വീകരിക്കില്ല. മുജാഹിദ് പ്രസ്ഥാനാണോ, മുജാഹിദ് പ്രസ്ഥാനത്തിന് സ്വീകരിക്കാൻ കഴിയില്ല. കിതാബിന്റെ ഉള്ളിൽ ആരെഴുതി വെച്ചത് മുഴുവൻ വിശ്വസിക്കുകയും കൊണ്ടു നടക്കുകയും ചെയ്യുന്ന പതിവ് മുജാഹിദീങ്ങൾക്കില്ല. അത് നൊയ്മാൻ മനസ്സിലാക്കണ്ട. ഈ ചേകനൂർ പറഞ്ഞതിനും കാന്തപുരം പറഞ്ഞതിനും കിതാബ് തന്നെയാണ് ഓൽക്കുള്ള തെളിവ്. ഇത് തൗഹീദാണ്. അതുകൊണ്ട് ഇത് ഷിർക്കല്ല, ഷിർക്കാണ് എന്നിത്ര വ്യക്തമായി പറഞ്ഞിട്ട് പിന്നെ എന്തേ ആവുള്ളൂ? ഹറാമാകുന്നതെന്ന് പറഞ്ഞാൽ ഷിർക്കുൽ അസ്ഗർ എന്നാ പച്ച മലയാളത്തിൽ ഇന്നലെ ഞാൻ ഇവിടെ പറഞ്ഞു. ഷിർക്കുൽ അസ്ഗറും ഷിർക്കുൽ അക്ബറും തമ്മിൽ ഉള്ള വ്യത്യാസം മുഖ്രിജ് മിനൽ മില്ലയാണ്, അല്ല ഈ രണ്ടാണ് അത് സംബന്ധിച്ച ഡിഫറൻസ് ആയി പറയുന്നത്. രണ്ടായാലും
ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ തന്നെ വ്യക്തമാക്കി. അത് ആരാ ഉദ്ധരിച്ചത്? ഞാൻ ഷെയ്ഖുൽ ഇസ്ലാമിന്റെ ഉദ്ധരണി എടുത്തുകാണ്ട് കൊണ്ടുവന്നതല്ല, ഷെയ്ഖ് ഉസൈമീനാണ്. ഉസൈമീന് കിതാബ് തൗഹീദിന്റെ ശറഹ് എഴുതിയിടത്താണ്, ഖൗലുൽ മുഫീദിലാണ്. അതിൽ അദ്ദേഹം പറഞ്ഞു ശിർക്കുൽ അക്ബർ എന്താണ്, ശിർക്കുൽ അസ്ഗർ എന്താണ്. എന്നിട്ട് ശിർക്കുൽ അസ്ഗർ പറഞ്ഞതിന് ശേഷം ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ എന്ന ആയത്ത് ഉദ്ധരിച്ചിട്ട് പറഞ്ഞത് ഇവിടെ അള്ളാഹ് ശിർക്ക് പൊറുക്കുകയില്ല, അതല്ലാത്തത് ഉദ്ദേശിക്കുന്നവർക്ക് പൊറുത്തു കൊടുത്തേക്കാം എന്ന് പറഞ്ഞ ശിർക്ക് അൻ യുശ്റക ബിഹി എന്നാണ്. അത് മസ്ദർ മുഅവ്വലാണ്. മസ്ദർ മുഅവ്വൽ എന്ന് പറഞ്ഞാൽ ശിർക്കൻ ബിഹി എന്നാണ് അർത്ഥം വരിക. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പൊ ശിർക്കൻ ബിഹി എന്ന് പറഞ്ഞാൽ നെക്കിറയാണ്. നെക്കിറയാണെങ്കിൽ യുഫീദുൽ ഉമൂമ, അപ്പൊ ആമാണ് ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞാൽ ശിർക്കുൽ അക്ബറും പെടും ശിർക്കുൽ അസ്ഗറും പെടും എന്ന് പറഞ്ഞാൽ അള്ളാഹു പൊറുത്തു കൊടുക്കാത്ത ശിർക്കാണ് ശിർക്കുൽ അസ്ഗറാകുന്ന വസീലത്ത് ശിർക്കും എന്നാണ് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ അതിനെപ്പറ്റി പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ ഈ ഹറാമും അതേപോലെ തന്നെ ഹുക്കുമാണ് ചർച്ച എന്നൊക്കെ നിങ്ങൾ പറയുന്നുണ്ടല്ലോ, ഹുക്കുമല്ല ചർച്ച. ഇതുവരെ ജമിയത്തുൽ ഉലമയുടെ പേരിൽ ആക്ഷേപിച്ചറിഞ്ഞത് ശിർക്കാന്ന് പറഞ്ഞ പോലെ ഹറാമാണ് അവിടെ പറഞ്ഞെന്തിനാ? അറബിയുടെ അടിക്ക് ചെല്ലുമ്പോ ഹറാമായതുണ്ട് എന്ന് പറയുമ്പോ അറബിപ്പണം കിട്ടാതെ തടയപ്പെടാതെക്കാൻ വേണ്ടിയിട്ടാ. അങ്ങനത്തെ ഒരു അറബിപ്പണം കണ്ടുങ്ങാണ്ട് ആദർശം മാറ്റുന്ന പോലെ അല്ല. അങ്ങനത്തെ ഒരു പാരമ്പര്യം കേരള നദുവത്തുൽ മുജാഹിദീനില്ല. അങ്ങനത്തെ സംഭവങ്ങൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. നിങ്ങൾ അവിടെ പെട്രോൾ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് ഞങ്ങളിവിടെ സംഘടന രൂപീകരിച്ച് ദഅ്വാ പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ട്. KNMന്റെ ജനറൽ സെക്രട്ടറി KP മുഹമ്മദ് മൗലവി വ്യക്തമായി പറഞ്ഞ സന്ദർഭമുണ്ടായിട്ടുണ്ട്. ഇത് ഹറാം എന്ന് പറഞ്ഞത് ഇത് പറയാൻ പറ്റും, ശിർക്ക് പറഞ്ഞ പോലെ ഇങ്ങനെ കളിയാക്കി നടന്നിരുന്നത് പൊട്ടത്തരമാണതെന്ന് ഞങ്ങൾ പലപ്പോഴും മറുപടി പറഞ്ഞപ്പോഴാണ് ഇപ്പൊ അതിന്റെ രീതി മാറുന്നത്. എന്താ പൊട്ടത്തരം? അള്ളാന്റെ ഖുർആനിൽ ശിർക്കിനെ ഹറാം എന്നാ പറഞ്ഞത്. ഇന്നമാ ഹറമ റബ്ബിയൽ ഫവാഹിഷ മാ ളഹറ മിൻഹാ വമാ ബതൻ. ആ ആയത്തിൽ വഅൻ തുശ്രികൂ ബില്ലാഹ് മാ ലം യുനസ്സിൽ ബിഹി സുൽത്താന, അള്ളാഹുവിന് പങ്കു ചേർക്കൽ ശിർക്ക് ചെയ്യലും അള്ളാഹ് ഹറാമാക്കിയതാണ്. ഇതാണ് അതിന്റെ തെളിവ്. അത് അങ്ങനെയല്ല, എങ്ങനെ ശിർക്കിനെ എങ്ങനെ ഹറാമെന്ന് പറയാം? ശിർക്കിനെ ഹറാമെന്ന് പറയും. അത് ഖുർആനിൽ തന്നെ പറഞ്ഞു. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ശിർക്ക് എന്ന് പറയുന്നത് ഹുക്കുമല്ല. ഇതിന്റെ ഹുക്കുമ് മാത്രം പറഞ്ഞാൽ മതി. ഹുക്കും പറഞ്ഞാൽ മതിയോ? ശിർക്കിനെ പറ്റിയുള്ള ഹുക്കുമെന്താ? നിങ്ങളൊന്ന് പറയും, ശിർക്കിന്റെ ഹുക്കുമെന്താ? ഹുക്കുമ 5 ഉള്ളത്. 1 ജായിസ്, 2 കറാഹത്ത്, 3 സുന്നത്ത്, 4 ഹറാമ്, 5 വാജിബ്. ഈ 5 ഏതാ ശിർക്കിനെ പറ്റിയുള്ള ഹുക്കുമ്? ഏതാ? ഹറാം. അപ്പൊ ഹറാം എന്ന് പറഞ്ഞാൽ ശിർക്കല്ല എന്നല്ല. ഒരു ശിർക്ക്, ഒരാൾ ശിർക്ക് ചെയ്യുന്നു, ആ ശിർക്കിനെ പറ്റി മതത്തിലെ വിധിയെന്ത്, ഹുക്കുമെന്ത് എന്ന് ചോദിച്ചാൽ ശിർക്കിന്റെ ഹുക്കുമ് വാജിബല്ല, സുന്നത്തല്ല, മക്റൂഹല്ല, ജായിസല്ല, ഹറാമാണ്. അതാണ് അതിന്റെ അർത്ഥം. പിന്നെ ഇപ്പൊ ഞാൻ പറയാം, ഞങ്ങളൊക്കെ ഞാൻ ഈ അസം മുസ്ലിയാർക്ക് മറുപടി പറഞ്ഞു തുടങ്ങിയതാ, കാന്തപുരത്തിന് മറുപടി പറഞ്ഞു തുടങ്ങിയതാ, നാട്ടിക മൂസ മുസ്ലിയാർ അണ്ടോണക്ക് ഇന്നുള്ള വലിയ ആളായ പേരോടിനോട്. അപ്പൊ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു വാക്ക് ഇങ്ങോട്ട് എടുത്തു വെച്ചിട്ട് ഇങ്ങനെ പറയുമ്പോ അത് കൂടി എങ്ങോട്ടാ കൊണ്ടുപോകണമെന്ന് കേട്ട് തിരിഞ്ഞ് അതിന് മറുപടി പറഞ്ഞ് ശീലിച്ച് വളർന്ന് ഇതൊക്കെ നരച്ച് ഇങ്ങനെ ആയി തീർന്നതാണ്. അപ്പൊ ഇതൊക്കെ ഹറാമ് ഹറാമ് എന്ന് പറഞ്ഞ എവിടെ കൊണ്ടുപോകണമെന്ന് ഞങ്ങൾക്കറിയാം, ശിർക്കല്ലാതാക്കാനാ. ഇത് ഞാൻ ഈ വാദം ഉന്നയിക്കുന്നതിന്റെ ഏറ്റവും വലിയ ആളോട് ഹറാമാകുന്നതും ഉണ്ട് എന്ന് എഴുതിക്കൂടെ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ തിരിച്ചു ചോദിച്ചിട്ടുണ്ട്. ആ പറഞ്ഞത് ശിർക്കല്ലാത്തതും ഉണ്ട് എന്ന് പറയാനല്ലേ? അപ്പൊ അത് തന്നെയാണ് എന്നാ പറ്റൂല. അതാണ് ഇവിടുത്തെ പ്രശ്നം. ഇനിയും ഇതും അങ്ങനെ ചൊറിഞ്ഞിട്ട് ഒരു കാര്യമല്ല. ആകെ ഇനി അതും കൂടി ഞാൻ പറഞ്ഞുതരാം. ആകെ ഉള്ളത് എന്താന്ന് വിചാരിച്ചാൽ സുയാനത്തുൽ ഇൻസാനിലും മറ്റുമൊക്കെ ഈ ഹദീസ് ചർച്ച ചെയ്തോടത്ത് ഇതാണ്. ആ ഹദീസ് ചർച്ച ചെയ്തോടത്ത് പിന്നെ ശിർക്ക് ഓര് പറഞ്ഞിട്ടില്ലല്ലോ എന്നാ. ഒരു സിയാനത്ത് എഴുതിയ ആളോ വേറെ ഏതെങ്കിലും എഴുതിയ ആളോ എന്തെങ്കിലും ഒരു വാചകം എഴുതിയിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞമ്മക്കത് പ്രമാണമേ അല്ല. ഒന്നാമത്തെ മറുപടി അതാ. രണ്ടാമത്തെ കാര്യം, ആ പറഞ്ഞ തെളിവ് നിങ്ങൾ പറഞ്ഞതിന് തെളിവാണോ? ഹറാമാണ്, വസീലത്തു ശിർക്കാണ്. ഇതാണല്ലോ പറയുന്നത്. ഇതാണ് സിയാനത്തുൽ ഇൻസാൻ എന്ന കിതാബിലെ വാചകം. ഇയാൾ ജായിസാണ് എന്നാ എഴുതിയത്. ആ വാദം നിങ്ങൾക്കുണ്ടോ? ഇത് പറയണം നിങ്ങൾക്കുണ്ടോ?
ജായിസാണ് നിങ്ങൾ വാദിക്കുന്നുണ്ടോ? എന്താ നുഅ്മാന്റെ വാദം? ജിന്നിനോട് ജിന്നിന്റെ കഴിവിൽപ്പെട്ട സഹായം ചോദിക്കുന്നത് അനുവദനീയെന്നോ ഹറാമെന്നോ? എന്താ വാദം? അല്ല, 2 മിനിറ്റ് അല്ല, ഇത് പറഞ്ഞിട്ട് പറഞ്ഞോ. ഇതിന് ഞാൻ ഈ ചോദിച്ചത് അനുവദനീയെന്നാണോ ഹറാമെന്നാണോ? എന്റെ ചോദ്യം, ജിന്നിനോട് സഹായം ചോദിക്കുന്നത് അനുവദനീയമാണോ അല്ല ഹറാമാണോ? ഹറാമാണോ? ശരി, നിക്കിഞ്ഞ് പറയട്ടെ, കേൾക്ക്. ഈ കൊണ്ടു നടക്കുന്ന ആകെ കൂടി യാ ഇബാദല്ലാഹ് അഈനൂനി എന്നുള്ള ഹദീസ് ചർച്ച ചെയ്തപ്പോ ചില പണ്ഡിതന്മാര് ഇത് ശിർക്ക് അല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്താ പറഞ്ഞത്? അനുവദനീയമാണ്. നിങ്ങൾ അതിന്റെ കൂടെയാണോ നിൽക്കുന്നത്? ആണോ? പിന്നെ അത് തെളിവിനെടുക്കണോ? മാറ്റിവെക്കി. ഈ ജാതി തെളിവായിട്ടാണ് നടക്കുന്നത്. ഒന്നുകിൽ നിങ്ങളെ തെളിവ് നിങ്ങൾ അംഗീകരിക്കണം, ഒന്നുകിൽ ജായിസാണെന്ന് പറഞ്ഞ് ശിർക്കിലേക്ക് പോകണം, അല്ലെങ്കിൽ ജായിസാണെന്ന് പറഞ്ഞത് തെറ്റാണെന്ന് അംഗീകരിച്ച് ശിർക്കാണെന്നത് തുറന്നു പറയണം. ഇത് രണ്ടുമല്ലാത്ത ഔലും കഞ്ഞി പറ്റൂലതിൽ. മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. പിന്നെ ഇതിവിടെ എടുക്കേണ്ട പ്രശ്നേ 2 കാരണത്താൽ ഉത്ഭവിക്കുന്നില്ല. ഒന്നാമത്തെ കാരണം, നമ്മളെ നാട്ടിൽ ഈ ഫിത്നയ്ക്ക് വിത്തിട്ട് അബ്ദുൽ ജബ്ബാർ മൗലവി തുറന്നു പറഞ്ഞു, ഞാൻ ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ അല്ല ഈ വാദം എഴുതിയിട്ടുള്ളതും വാദിച്ചിട്ടുള്ളതും. പിന്നെ എന്തിനാ ജബ്ബാർ മൗലവി അതിന്റെ ആണ് ഹദീസിന്റെ ആണ് പറഞ്ഞ് ഇതൊക്കെ അതിന്റെ കൂടെ കൊണ്ടുപോയി വെക്കുന്നത്? ഇനി സുലൈമാൻ നബിന്റേതാണ് ചോദിക്കുന്നതെങ്കിൽ, സുലൈമാൻ നബിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ മുഅ്ജിസത്താണത്. മുഅ്ജിസത്തിനെ സുലൈമാൻ നബി ഇങ്ങനെ വിളിച്ച് അവരിങ്ങോട്ട് വന്ന്, പിന്നെ പക്ഷിനെ വിളിച്ച് പക്ഷി വന്ന് സംസാരിച്ച്, ഇതൊക്കെ അദ്ദേഹത്തിന് അള്ള പ്രത്യേകമായി കൊടുത്ത അദ്ദേഹത്തിന്റെ മുഅ്ജിസത്താണ്. അങ്ങനെ ഇവിടെ എനിക്കോ നുഅ്മാനോ അള്ള ഇങ്ങനെ മലക്കുകളെ കീഴ്പ്പെടുത്തിയോ ജിന്നുകളെ കീഴ്പ്പെടുത്തിയോ തന്നിട്ടില്ലല്ലോ. അദ്ദേഹത്തിന് ജിന്നുകളെ കീഴ്പ്പെടുത്തി കൊടുത്തു, പക്ഷികളെ കീഴ്പ്പെടുത്തി കൊടുത്തു. അതുകൊണ്ട് നംലത്തിന്റെ ഉറുമ്പിന്റെ സംസാരം കേട്ടത്, പക്ഷിയുടെ സംസാരം കേട്ടത് ഒമാലിയല അറൽ ഹുദുഹുദ. അപ്പൊ പക്ഷി വന്നിട്ട് പറഞ്ഞു, ജീതു മിൻ സബഇൻ ബിനബഇൻ അളീം. ഈ സംഭവങ്ങൾ ഇതുപോലെ തന്നെ അയ്യുക്കും യഅ്തീനി ബിഅർശിഹ, ആരാണ് ബിൽഖീസിന്റെ സിംഹാസനം കൊണ്ടുവരിക? ആ സന്ദർഭത്തിൽ ഖാല ഇഫ്രീത്തും മിനൽ ജിന്നി അന ആതീക ബിഹി ഖബ്ല അൻ തഖൂമ മിൻ മഖാമിക്. അദ്ദേഹത്തിന്റെ പരിവാരങ്ങളിൽപ്പെട്ട ജിന്ന് വർഗത്തിൽപ്പെട്ട ഇഫ്രീത്ത് പറഞ്ഞു, ഇരിക്കണർന്ന് എഴുന്നേൽക്കുന്നതിന് മുമ്പ് ഞാനത് നിങ്ങൾക്ക് കൊണ്ടുവന്നു തരാം. അപ്പൊ പിന്നെ ഞമ്മക്കും ചോദിച്ചൂടെ? നമ്മളെ സദസ്സിൽ ഇങ്ങനെ ഒരു ഇഫ്രീത്ത് ഇവിടെ വന്നിരുന്നിട്ട് ഞമ്മക്ക് അള്ള കീഴ്പ്പെടുത്തി തന്നിട്ടുണ്ടെങ്കിൽ അങ്ങനല്ല. അതുകൊണ്ട് ഹദീസ് തന്നെ റസൂലുള്ള പറഞ്ഞിട്ടുണ്ട്. എങ്ങനെ? എവിടെ? ഇവിടെ സിഹിറിന്റെ പ്രശ്നം, സിഹിർ നമ്മൾ ചർച്ച ചെയ്തിട്ടില്ലല്ലോ. അല്ല, അതൊക്കെ അവിടെ വെക്ക്. സിഹിർ വേറെ. അപ്പൊ സിഹിർ അവിടെ വെക്കട്ടെ. ജിന്നിനോട് പിശാചുക്കൾ പറഞ്ഞതൊക്കെ പോട്ടെ. അല്ലല്ല, അതൊക്കെ അവിടെ ഇവിടുത്തെ പ്രശ്നം എന്താ? ജിന്നിനോട് സഹായം ചോദിക്കുന്നതാണ്. ആ സഹായം ചോദിക്കുന്നത് ശിർക്കാണെന്നാണ്. പിന്നെ ഖുർആന്റെ ശിർക്ക് എന്ന് പറഞ്ഞത് മാത്രമേ ശിർക്കാവുള്ളൂ എന്നും പറയാൻ പറ്റൂലല്ലോ. എന്നാൽ ഖുർആനിൽ തന്നെ ഉണ്ട് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. അത് ആ ആയത്ത് ഉദ്ധരിച്ചിട്ടാണ് ഇവിടെ ഇവരൊക്കെ തന്നെ ജിന്നിനോട് സഹായം ചോദിക്കുന്നത് ശിർക്കാന്ന് പറഞ്ഞത്. കണ്ടൊപ്പം പറഞ്ഞിട്ട് പിന്നെ അതിന്റെ ഇടയിൽ പറയും. ശരി. അതില് ഈ കേട്ട ഭാഗത്ത് ഈ ഹദീസിന് അപ്പുറത്തുള്ള സഹായ തേട്ടത്തിനെ പറ്റി അദ്ദേഹം വല്ലതും പറയുന്നുണ്ടോ? ഈ ഹദീസിന് എന്നുള്ള ഹദീസാണ് അദ്ദേഹത്തിന്റെ ചർച്ച. അദ്ദേഹത്തിന്റെയും തെറ്റിദ്ധാരണ എന്താന്ന് വെച്ചാൽ കേരളത്തിലുള്ള ചർച്ച ഈ ഹദീസാണെന്നാണ്. യഥാർത്ഥത്തിൽ രണ്ടും രണ്ടായി മനസ്സിലാക്കിയിട്ടില്ല. എന്നാൽ അത് ചർച്ച ചെയ്യുമ്പോൾ ഈ ഹദീസിന് അപ്പുറത്തുള്ള ജിന്നിനോടുള്ള സഹായ തേട്ടത്തിനെ പറ്റി വല്ലതും പറയുന്നുണ്ട്. അതായത് ഈ ഹദീസ് പറഞ്ഞതല്ലാത്ത സഹായ തേട്ടത്തിനെ പറ്റി അദ്ദേഹം വല്ലതും പറയുന്നുണ്ടോ?
എങ്ങനെ മൃഗം ചാടിപ്പോയൊന്നുമല്ല, അദ്ദേഹത്തിന്റെ പദപ്രയോഗം തന്നെയാണ്. ഇതായത് ഈ ഹദീസ് അനുസരിച്ച് പറഞ്ഞാൽ ശിർക്കാവോ ഇല്ലയോ എന്നൊക്കെ ചർച്ച ചെയ്തിട്ട് ഹറാമാണ്. അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ ആദ്യം അദ്ദേഹം പറയുന്നത് എന്താ അറിയോ, ഇതില് സലഫികൾക്കിതിൽ ഇത് അനുവദനീയമല്ല എന്ന കാര്യത്തിൽ ഒരഭിപ്രായ വ്യത്യാസവും ഇല്ല എന്നല്ലേ പറയണേ. എന്നിട്ട് പറഞ്ഞ മൂന്ന് നിലപാടുകളില്ലേ, മൂന്നാമത്തെ നിലപാട് എന്താ? അനുവദനീയമാണ്, ഈ ഹദീസ് ദുർബലമല്ല, അനുവദനീയമാണ്. അപ്പൊ സലഫികളുടെ തർക്കം ഉണ്ടായില്ലേ? അദ്ദേഹം തുടങ്ങുന്നതെന്ന് പറഞ്ഞിട്ടാണ് ഈ വിഷയത്തിൽ സലഫികൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമില്ലാത്ത കാര്യമാണ്, ഇത് അനുവദനീയമല്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ ഞാൻ ഇത് ഇത്തരം സംഗതികൾ നമ്മൾ വെറുതെ പറയാനല്ല. യാസിർ ബിൻ ഹംസന്റെ പ്രസംഗം മലയാളത്തിൽ ഞാൻ എഴുതിയെടുത്തായത്. അദ്ദേഹം മൂന്നാമതായി പറയുന്ന നിലപാട് എന്താന്ന് വെച്ചാൽ അത് ഹദീസ് ദുർബലവുമല്ല, അത് വെച്ച് അമല് ചെയ്യാം. ഇതാണ് അഹമ്മദ് ബിൻ ഹംബലിന്റെ ഒക്കെ നിലപാട്. അപ്പൊ സലഫികളുടെ തർക്കമുണ്ടോ? ഉണ്ട് എന്നായില്ലേ? അപ്പൊ ആദ്യം ഇല്ല എന്ന് പറഞ്ഞതോ? അല്ലല്ല, അനുവദനീയമല്ല എന്ന കാര്യത്തിൽ തർക്കമില്ല, ഹറാമാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. അല്ലല്ല, നിങ്ങൾ കേട്ടോ, അനുവദനീയമല്ല. ഇത് അനുവദനീയമല്ല. സഹായത്തേട്ടം, ഞാൻ പറഞ്ഞുതരാം പദം, അദ്ദേഹം പറഞ്ഞ പദം സഹായത്തേട്ടം വിലക്കപ്പെട്ടതാണെന്ന കാര്യത്തിൽ തർക്കമില്ല. ശിർക്കാണെന്നല്ല, വിലക്കപ്പെട്ടതാണെന്ന കാര്യത്തിൽ തർക്കമില്ല. മൂന്ന് നിലപാടല്ല ഞാൻ പറഞ്ഞത്. അദ്ദേഹം തുടക്കത്തിൽ ഇത് പറയുന്നില്ലേ, വിലക്കപ്പെട്ടതാണെന്ന കാര്യത്തിൽ തർക്കമില്ല. അല്ല, നിങ്ങളത് കേട്ടുനോക്കുന്നുകൂടി. ഇനി ഒന്ന്, പിന്നെ അദ്ദേഹം പറയുന്ന തെളിവുകൾ മുഴുവൻ ഈ പറഞ്ഞ കിതാബുകളിലാണ്, അതിലൊക്കെ അനുവദനീയെന്നാണുള്ളത്. ഒന്ന്. ഇനി അതിനപ്പുറത്ത് നമ്മളെ തർക്കത്തിൽ അദ്ദേഹം പറഞ്ഞ നിലപാടെന്താ? ഈ ഹദീസ് പെടാത്ത ഒരു സഹായതേട്ടം ആരെങ്കിലും നടത്തിയാൽ അത് ശിർക്കാണ്. ഏതുവരെന്ന് വെച്ചാൽ അദ്ദേഹത്തോട് ചോദിക്കുന്ന ഒന്നാമത്തെ ചോദ്യം, ഈ വിഷയത്തിൽ ഒന്നാമതായി ചോദിക്കുന്ന ഒരു ചോദ്യത്തിന് മറുപടിയായിട്ട് അദ്ദേഹം പറഞ്ഞ പദപ്രയോഗം, ഹദീസിന്റെ പരിധിയിൽ നിന്ന് വിട്ട് തേടിയാൽ അത് ശിർക്കാണ്. അവസാനം അദ്ദേഹത്തോട് ചോദിക്കുന്ന ചോദ്യം, കാട്ടുപ്പെട്ടാല് വെള്ളത്തിൽപ്പെട്ടാല് ചോദിച്ചാൽ ശിർക്കാവോ? ശിർക്കാണ്. ജബ്ബാർ മൗലവിന്റെ വാദോ? ശിർക്കല്ല. എന്തുകൊണ്ട്? മനുഷ്യരോട് സഹായം തേടിയാൽ ചോദിച്ചാൽ ശിർക്കല്ലാത്ത ഒരു കാര്യം ജിന്നിനോടോ മലക്കിനോടോ ചോദിച്ചാൽ ശിർക്കല്ല. ഇതാ ജബ്ബാർ മൗലവിന്റെ വാദം. വനത്തിലും വെള്ളത്തിലും പെട്ട മനുഷ്യനോട് ചോദിച്ചാൽ ശിർക്കാവോ? ഇല്ല, അത് ശിർക്കാവില്ല എന്നാണ് ജബ്ബാർ മൗലവിന്റെ വാദം. അത് ശിർക്കാണെന്ന് തന്നെയാണ് ആരും പറയണത്? യാസിർ ബിൻ ഹംസയും പറയുന്നത്. അതിനെതിരായിട്ടൊരു വാദമൊന്നും യാസിർ ബിൻ ഹംസ പറഞ്ഞിട്ടില്ല. പിന്നെ അദ്ദേഹത്തിന്റെ തെറ്റിദ്ധാരണ ഈ ഹദീസുമായി ബന്ധപ്പെട്ടാണ്. ആ ഹദീസുമായി ബന്ധപ്പെട്ട് കൃത്യമായ നിലപാട് നമ്മൾ പറഞ്ഞല്ലോ. ആ നിലപാടിന്ന് പോയാൽ ഇത് അനുവദനീയാണെന്ന് പറയേണ്ടി വരും, ഇത് ചെയ്യാന്ന് പറയേണ്ടി വരും, അഹമ്മദ് ഹംബൽ ചെയ്തിട്ടില്ലെന്ന് ചോദിക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ പ്രമാണങ്ങളിൽ അടിയുറച്ചു നിന്നാൽ അദ്ദേഹം തന്നെ പറഞ്ഞ എന്താ? മൂന്ന് നിലപാടിൽ ഒന്നാമത്തെ നിലപാടാണ് പ്രമാണയോഗ്യം. എന്ത്? ഇത് ദുർബലാണ്, അതുകൊണ്ട് പ്രവർത്തിക്കാൻ പാടില്ല. അല്ല, ഇത് രണ്ടും രണ്ടായിത്തെ നിങ്ങൾ മനസ്സിലാക്കി. ഒരാള് പറയട്ടെ. ആ, അല്ലേ നിങ്ങൾക്ക് മാത്രം അല്ല, ഞാൻ ചോദിക്കട്ടെ, വെറുതെ ഇനി പറഞ്ഞു പോണ്ട.
ഇവിടെ ഇസ്ലാഹി സെന്ററിന്റെ ആളുകൾക്ക് മാത്രമായിട്ട് പുതിയൊരു വാദം ഇവിടെ ഉണ്ടായതല്ല. ഇത് നാട്ടിൽ നിന്നുണ്ടായതാണ്. അതിനാണ് നിങ്ങൾ എന്നാ പിന്നെ അത് നിങ്ങൾ പൊതുജനങ്ങളുടെ ഇടയിൽ ആരാന്ന് വിചാരിച്ചാൽ നിങ്ങൾ സ്വകാര്യമായിട്ട് നിങ്ങൾ വേറെ ചർച്ച ചെയ്തോളി. അങ്ങനെ ചർച്ച ചെയ്തിട്ട് ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ജിന്നിനോട് സഹായം ചോദിച്ചാൽ ശിർക്കാവൂല എന്നുള്ള വാദം നിങ്ങൾ എവിടെങ്കിലും കൊണ്ടുപോയി വെക്കി. ഞാൻ ഒറ്റ കാര്യം നിങ്ങൾ പരതിക്കോളി. ഇന്ന് വരെ ഈ ഹദീസിന്റെ വ്യാഖ്യാനത്തിൽ ഇപ്പോ ഇവിടെ നിങ്ങളൊക്കെ പറഞ്ഞ ഹറാമാണ് വസീലത്തു ഷിർക്കാണ്. ഈ ഹദീസിനെ വ്യാഖ്യാനിച്ചിടത്ത് ആരാ പറഞ്ഞത്? നിങ്ങൾ കണ്ടത് എവിടെ? ആരാ പറഞ്ഞത്? ഒറ്റ തെളിവ്. നിക്ക് സെലിമായിരിക്കും. ഇപ്പൊ ഞാൻ ചോദിക്കണം മൂപ്പരോടാ, അതിന്റെ ശേഷം പറയാം. യാ ഇബാദല്ലാ അയ്നൂനി എന്ന ഹദീസിന്റെ അടിസ്ഥാനത്തിൽ അത് ലഈഫാണെങ്കിലും അത് പിന്നെ വ്യാഖ്യാനിച്ചുകൊണ്ട് ജിന്നാണ് എന്നുള്ള നിലക്ക് ജിന്നിനോട് ചോദിക്കുകയാണെങ്കിൽ അത് ഷിർക്കാവൂല, ഷിർക്കിലേക്കുള്ള വഴി വസീലത്തു ഷിർക്കേ ആകുള്ളൂ, അത് അനുവദനീയല്ല, അത് ഹറാമേ ആകുള്ളൂ. ഇത് ആരാണ് അങ്ങനെ പറഞ്ഞത്? എവിടുന്നാ കണ്ടത്? ഇല്ല. ശരി, നിന്നിരുന്നു. അല്ല ശരി, എന്നാ ഇരിക്ക്. അങ്ങനെയല്ല, ഷിർക്കാണ് പറഞ്ഞിട്ടുണ്ട്. ഇനി മതി, പ്ലീസ് ഇരിക്ക്. സൽമാന്റെ ഇരിക്ക്. ആ അല്ല, വേറെ ആരും സംസാരിക്കരുത് പ്ലീസ്. മറ്റുള്ളവര് സംസാരിക്കരുത്. ആ അല്ല ഇനി എന്നെ കൊണ്ട് പറയിപ്പിക്കരുത്. നിങ്ങളിവിടെ സ്വകാര്യമായിട്ട് ചർച്ച ചെയ്ത് കണ്ട് തുടങ്ങിയതല്ലത്. പിന്നെ എന്തിനാണ് ഇനി വേണ്ടാതെ പറയുന്നത്? അബ്ദുൽ ജബ്ബാർ മൗലവി ഇരിക്കും, ഞാൻ പറയാം. അവിടുന്നാണ് തുടങ്ങുന്നതെന്ന് വിചാരിച്ചാൽ അവിടെ ഇരുന്നോളി. അതിനെപ്പറ്റി ഇനി അനാവശ്യമായിട്ടുണ്ടാക്കുന്ന സംസാരം. അബ്ദുൽ ജബ്ബാർ മൗലവി തുറക്കൽ അൽ ഇസ്ലാഹിൽ 2007 എഴുതിയ ഈ അൽ ഇസ്ലാഹിൽ എഴുതിയ ലേഖനത്തിൽ നിന്നാണ് ഈ ചർച്ചയുടെ തുടക്കം. ഇതിൽ അദ്ദേഹം പറയുന്നത് ഈ വാദം യാ ഇബാദല്ലാ അയ്നൂനി എന്ന ഹദീസുമായിട്ട് ഞാൻ ഒരു ബന്ധപ്പെടുത്തിയ അല്ല ഞാൻ എഴുതിയത് എന്നാണ്. അദ്ദേഹത്തിനുമായി സംസാരിച്ചവരോട് തുറന്നു പറഞ്ഞു. അദ്ദേഹത്തിന്റെ സിഡിയിലുമുണ്ട്. മാത്രവുമല്ല, അങ്ങനെ അദ്ദേഹം പറഞ്ഞപ്പോൾ എങ്കിൽ നിങ്ങൾ പറയുന്നത് തെറ്റ് എന്ന് സക്കരിയ സ്വലാഹി തന്നെ പറഞ്ഞിട്ടുണ്ട് എന്നാണ്. പിന്നെ ഈ വാദിച്ചിട്ട് അതിന്റെ പോക്ക് ഇപ്പൊ മുഹമ്മദ് അലി അവിടെ ഉണ്ടല്ലോ. മുഹമ്മദ് അലി പറഞ്ഞത് കേട്ടല്ലോ. സക്കരിയ സ്വലാഹി തന്നെ നേരിട്ട് പറഞ്ഞത് ഇത് ചില ആളുകൾ ശിർക്കിലേക്കുള്ള വഴിയാന്നും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ശിർക്ക് KNM പറഞ്ഞത്. അത് തന്നെയാണ് ശരി. പിന്നെ ഒരാൾ വിളിച്ചു ചോദിച്ചപ്പോൾ പറഞ്ഞില്ലേ KNM ഇത് ശിർക്കാന്ന് പറയാൻ കാരണം ഇങ്ങനെ ആൾക്കാർ ഇങ്ങനെ ജിന്നിനെ പിടിക്കണം, ജിന്നിനെ ഇറക്കണ ആളുകളെ അടുത്തേക്ക് ഇങ്ങനെ. ഇത് തന്നെയാണ് നമ്മളെ നാട്ടിലും ഈ ജിന്നിനോട് സഹായം ചോദിക്കുന്നത് എത്തുന്നത് ജിന്ന് ഇറക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെയാണ്. അതാണ് ഇതിലുള്ള ഗൗരവം. നിങ്ങൾ വിചാരിക്കണ മാതിരിയല്ല. ആർക്ക് എന്തു ഗുണാണ് ഈ പറഞ്ഞുകൊണ്ടുള്ളത്? ഇത് ശിർക്കാണ് എന്ന് വളരെ വ്യക്തമായി പറഞ്ഞ, ഇതിൽ ഒരു സംശയവും ഇല്ലെന്ന് ഈ പറയുന്ന ആളുകളൊക്കെ ഏകോപിച്ച് പറയുന്ന ഒരു കാര്യമാണ്. ശിർക്കിലേക്കുള്ള വഴി എന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ശിർക്കിലേക്കുള്ള വഴിയും ശിർക്ക് തന്നെയാണെന്ന് ഫദാലിക കുല്ലുഹു മിന ശിർക്കിൽ അക്ബർ എന്ന് ഇബ്നു ബാസ് അടക്കം എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഇബ്നു തൈമിയ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനത്തെ ഒരു കാര്യത്തിന് പിന്നെ എന്തിനാണ്? ഒരു തെളിവും ന്യായവും കൃത്യമായി വന്നു കഴിഞ്ഞാൽ ആരെയാണ് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നത്? ആർക്കാണ് നമ്മൾ പിന്നെ നമ്മളെ സംസാരം സഹായകമായി മാറുന്നത്? തൗഹീദിനാണോ അതോ ശിർക്കിനാണോ? ഇപ്പൊ ഈ സംസാരം കൊണ്ട് കുറച്ച് ആൾക്കെങ്കിലും ജിന്നിനോട് സഹായം ചോദിച്ചാൽ കുഴപ്പമില്ല എന്നുള്ളിടത്തേക്ക് തന്നെയാണ് പോണത്. നിങ്ങൾ എടുക്കുന്ന ഈ തെളിവാണ് മറ്റുള്ളവന്റെ കൈ കൊണ്ടുപോയി കൊടുക്കണമെങ്കിൽ ഞാൻ മനസ്സിലാക്കിയത് ഇത് ക്രോഡീകരിച്ച് ഇത് കൊണ്ടു നടക്കുന്ന പലരും അതിന്റെ ഉള്ളിലുള്ളത് എന്തെന്ന് വായിച്ചിരുന്നുവെങ്കിൽ അത് കൊണ്ടു നടക്കുമായിരുന്നില്ല എന്നാ. കാരണം ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ സിയാനത്തുൽ ഇൻസാനുകാരൻ എഴുതിയത് അനുവദനീയാണെന്നാ. അവർക്കുള്ള ഒരു ന്യായം തർക്കത്തിനല്ല ഞാൻ പറഞ്ഞത്. നിങ്ങൾ കാര്യം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ നോക്കും. പക്ഷേ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യന്റെ ഇഖ്തിലാഉ സിറാത്തുൽ മുസ്തഖീം എന്ന ഗ്രന്ഥത്തിൽ അദ്ദേഹം പറയുന്ന ചില കാര്യങ്ങളുണ്ട്. അതിന്
സുന്നികൾ നമുക്ക് എതിരിൽ തെളിവിന് ഉദ്ധരിക്കും. എന്താണെന്നറിയോ? സഈദ് ഇബ്നുൽ മുസയ്യബ് അവിടെ ആ പ്രതിസന്ധി ഘട്ടത്തിൽ ബാങ്ക് വിളിച്ചിട്ടുണ്ടായിരുന്നില്ല. മസ്ജിദുൻ നബവിയിൽ നിന്ന് ബാങ്ക് വിളി നടക്കണില്ല. അപ്പൊ അദ്ദേഹം ഖബറിനുള്ളിൽ നിന്ന് ബാങ്ക് വിളി കേട്ടിരുന്നു. ഇങ്ങനത്തെ ചില റിപ്പോർട്ടുകളുണ്ട്. അത് ഇബ്നു തൈമിയ ഉദ്ധരിച്ചിട്ട് പറയാം. വലൗ സഹല്ല വകുല്ലു ഹാദാ ഹഖ്ഖുൻ ലൈസ മിമ്മാ നഹ്നു ഫീഹി. അതൊരു പ്രയോഗമാണ്. ഖുറാഫികൾ എന്ത് ചെയ്യും? വകുല്ലു ഹാദാ ഹഖ്ഖുൻ അവിടെ കട്ട് ചെയ്യും. ഈ പറഞ്ഞതൊക്കെ ഹക്കാണ്. കണ്ടോ, ഇബ്നു തൈമിയ പോലും അംഗീകരിച്ചില്ലേ? പക്ഷെ ഈ പറഞ്ഞ അതൊക്കെ ശരി തന്നെ. പക്ഷെ അത് നമ്മളെ തർക്കത്തിൽപ്പെട്ടതല്ല. ഇത് ശരിയാണ് എന്ന് അംഗീകരിച്ചുകൊണ്ടല്ല വലൗ സഹാന്ന് നമ്മൾ പറയലോ, ആ ഒരു പ്രയോഗമാണ് അത്. ഇതുപോലെ സത്യത്തിൽ ഈ ആളുകൾ പക്ഷെ ഓരോ എഴുതിയിട്ട് ലേശന് പോയിട്ട് അതിൽ വിട്ടുപോയി. അവരെ വാചകം നമുക്ക് പ്രമാണമല്ല, ഖുർആനും ഹദീസും അല്ല, അത് പ്രമാണമായി സ്വീകരിക്കേണ്ടതില്ല, ഇതിന് എതിരാണ്. എഴുതിയ ആളുകൾ ഇത് ആ മർമ്മത്തുനിന്ന് പുറത്തു പോയവനൊക്കെ അങ്ങനെ ചാടിപ്പോവുക ചെയ്ത്. അത് മുത്തഅഖിരീങ്ങളായ ചില ആളുകളിലാണ് താനും. അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഹദീസ് സ്വഹിയാന്ന് വിചാരിച്ചു കണ്ട് ചില ആൾക്കാരെ കൊണ്ട് അമൽ ചെയ്യാൻ നോക്കി. സ്വഹിയാണെന്ന് സൂക്ഷ്മമായിട്ട് നോക്കാൻ പോയാൽ അത് മലക്കാണ്, ജിന്നുമെന്ന് ഒരു വിട്ടുപോയി. പക്ഷെ മറ്റൊരു ജിന്നുമ തന്നെ നിൽക്കുക. പിന്നെ മലക്കാവുന്ന മലക്കിനോട് ചോദിക്കാൻ പറ്റുമോ? അതിൽ കൂടുതൽ ആ റിപ്പോർട്ട് പരിശോധിച്ചാൽ ആ റിപ്പോർട്ടും ലൈഫ അതും പറ്റൂല എന്ന് പറഞ്ഞു. പിന്നെ ഇനിയിപ്പോ ഖുറാഫികൾ മരിച്ചവരോട് വിളിച്ച് പ്രാർത്ഥിക്കാനാണല്ലോ ഇത് തെളിവിനെടുക്കുന്നത്. ഓരോട് പറയാണ്. എന്താ പറയണത്? ഈ ഹദീസ് ഇനി സ്വഹിയാന്ന് സങ്കല്പിച്ചാൽ തന്നെ ഇത് മരിച്ചവരോട് പ്രാർത്ഥിക്കാൻ തെളിവല്ലല്ലോ. ആ ഒരൊറ്റ വാചകത്തിൽ ഒരു നിർത്തിയിരുന്നുവെങ്കിൽ ഓക്കെ. പക്ഷെ അവിടുന്ന് പിന്നെ ഓരോരുത്തരും അവനാന് തോന്നിയമായിരിക്കും അങ്ങനെ എഴുതി പോയപ്പോഴാണ് ജിന്ന് എന്തല്ല മരിച്ചതല്ല ജീവുള്ള ജിന്നിനോടാണ് അങ്ങനെയൊക്കെ പറഞ്ഞു പോയിട്ടാണ് ഈ അബദ്ധത്തേക്ക് പോയത്. ആ പറഞ്ഞോല് അത് അനുവദനീയം എന്നാണ് എഴുതിയത്. അതാണ് ഞാൻ നുഅ്മാനോട് ചോദിച്ചത്. നുഅ്മാന്റെ കയ്യിൽ ഉപ്പവിടെ എടുത്തു കൊണ്ടുവന്നതിൽ ഈ സാധനം തന്നെയാണ് ഉണ്ടാകുക. അതിന്റെ കൂടെ കുറച്ചും കൂടി ഉള്ളത് മദീനത്തുനിന്ന് ഇപ്പൊ പോയപ്പോ ആരെങ്കിലുമൊക്കെ കൂട്ടിക്കൊണ്ടുവന്ന കുറച്ചു ഈ സാധനമൊക്കെ ഞങ്ങൾ വായിച്ച് അത് ഇപ്പൊ കണ്ടില്ല, യാസിർ ഹംസന്റെ പ്രസംഗം ഇവിടെ എഴുതിങ്ങാണ്ട് എഴുതി വെച്ചതാണ് ഇവിടെ കായക്കോടിന്റെ അടുത്തുള്ളത്. ഞാൻ പ്രസംഗം അങ്ങനെ എഴുതിയെടുക്കുക. ഇന്റത് എങ്ങനെ ആക്കിയതുകൊണ്ട് മാത്രം അത് ഞാൻ എഴുതിയല്ല, കായക്കോടി എഴുതിയതാ. അത് എഴുതിയത് മൂപ്പരിന്റെ ഒരു സമയത്ത് എനിക്ക് മെയിൽ ചെയ്തിരുന്നു. അപ്പൊ ഞാൻ എടുത്തു വെച്ചതാ. എനിക്കത് എഴുതാൻ പോകാൻ ഒരു പ്രസംഗം എന്റേത് ഞാനത് എന്റെ മകനോട് ഇരുന്നുകാണ്ട് അത് കേട്ട് എഴുതാൻ പറഞ്ഞു. ഓൻ എഴുതി തന്നതുണ്ട്, വേറൊന്നും ഞാൻ ചെയ്തിട്ടില്ല. ബാക്കി കിതാബ് ഞാൻ നോക്കും, അതിനിപ്പോ സൗകര്യം. ഇതിൽ അത്രയേ ഉള്ളൂ. അപ്പൊ അത് നമുക്ക് ഒരു നിലക്കും അതിനെ ന്യായീകരിച്ചുകൊണ്ട് പോകേണ്ടതില്ല. ശിർക്ക് ആയ ഒരു കാര്യം ശിർക്കല്ലാന്ന് പറഞ്ഞതിന്റെ പേരിലാണ് അനുവദനീയാന്നുള്ളവർക്കും. ഇനി അനുവദനീയാന്ന് നമ്മൾ പറയണില്ലെങ്കിലും എന്താ അത് ശിർക്ക് ആണെന്ന് എന്തിനാ പറയണത് എന്ന് പറഞ്ഞു പോണതും ഒക്കെ ഈ പറഞ്ഞിടത്തൊക്കെ ചില ആളുകൾ പണ്ഡിതന്മാരിൽ ചിലർ പറഞ്ഞ ആ ഒരു പോയിന്റിലല്ല. ഇതൊരു സാധാരണക്കാരന്റെ ഇടയ്ക്ക് കൊണ്ടുപോയിട്ട് ചർച്ച ചെയ്യേണ്ട യാതൊരു ആവശ്യമല്ല. ജിന്നിനോട് സഹായം ചോദിക്കുന്നത് ശിർക്കാണ്. ഇതാണല്ലോ പ്രഗത്ഭരായ ആളുകൾ പറഞ്ഞത്. അവിടെ ജമിയത്തുൽ ഉലമ ഏകകണ്ഠായി എടുത്ത തീരുമാനവും അതാണ്. അവിടെ നിന്നാൽ അതിലാണ് ഖൈറ്. നേരെ മറിച്ച് അൽ ഹലാലു ബയ്യിനുൻ വൽ ഹറാമു ബയ്യിനുൻ വബൈനഹുമാ ഉമൂറുൻ മുഷ്തബിഹ അല്ലെങ്കിൽ മുത്തശാബിഹ എന്ന ബയ്യിനായ ഹലാല് ബയ്യിനായ ഹറാമ് രണ്ടിന്റെ ഇടയിൽ മുത്തശാബിഹാത്തുണ്ട്, മുഷ്തബിഹായ കാര്യങ്ങളുണ്ട്. അപ്പൊ ഇതിൽ നിന്നിട്ട് ഈ മുഷ്തബിഹായ കാര്യത്തെ ന്യായീകരിച്ച് അതിന്റെ ഉള്ളിലേക്ക് പോയാൽ സംഭവിക്കാൻ പോണത് എന്താണെന്നറിയോ? ഹിമ അതിർത്തി പോയിട്ട് മേയാൻ നിന്നാൽ പയ്യ അപ്പുറത്തേക്ക് തലയിട്ടിട്ട് ഒന്നിട്ട് കടിച്ചു. ഷിർക്കിന്റെ അവിടെ ഇങ്ങനെ ചെറിയ ഒരു ന്യായീകരണത്തിന് പോയാൽ തൗഹീദ് നിന്ന് ഷിർക്ക് അങ്ങോട്ട് ചാടും. അത് തന്നെയാണ് സംഭവിക്കുന്നത്. അതുകൊണ്ട് അത് വിട്ടിട്ട് നമ്മൾ വളരെ വ്യക്തമായ ഗണ്യതമായ ആ ഒരു നിലപാടിൽ നിൽക്കുക എന്നതാണ് വളരെ ചർച്ചകൾക്കും ആലോചനകൾക്കും ശേഷം. ഇപ്പൊ നിങ്ങൾക്ക് അറിയാലോ ഈ കൂട്ടത്തില് ഞങ്ങളെക്കാളും ഒക്കെ ഏറ്റവും വിവരം ഇതിൽ സക്കരിയ സ്വലാഹി കാണുമെന്ന് തന്നെയാണല്ലോ പലരും പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. അതിനെ നിഷേധിക്കാനൊന്നും പോണില്ല. ഞാൻ അത് നിഷേധിക്കേണ്ട ഒരാവശ്യമല്ല.
എനിക്ക് അഭിമാനമാണ്. ഹനീഫ് കായക്കൊടി വലിയ പണ്ഡിതനാണ്, സക്കരിയ സലാഹി പടച്ചോനെ ചെറിയ ഒരു പങ്ക് ഓലെ ഇങ്ങനെ വളർത്തുന്നതിൽ എനിക്കുണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ എത്ര വലുതായി, അത്രയും സന്തോഷമേ ഉള്ളായിരുന്നു. അങ്ങനത്തെ ആളുകൾ തന്നെ ഞങ്ങളുമായി സംസാരിച്ചത്. ഇവിടെ നിങ്ങൾക്കുള്ള ഏറ്റവും വ്യക്തമായ സാക്ഷി ഇപ്പോൾ മുഹമ്മദ് അലി പറഞ്ഞു, ഷിർക്കാണ് തന്നെയാണ്. പക്ഷെ ചില ആൾക്കാർ വസീലത്ത് ഷിർക്കാന്നും പറഞ്ഞിട്ടുണ്ട്. ആ വസീലത്ത് ഷിർക്കാന്ന് പറഞ്ഞതാണ്. ഇപ്പൊ എന്താണത്? നമ്മൾ ചക്ക പിലാക്കായി എന്ന് പറഞ്ഞ് വേറിയിരിക്കണ്ട, അതിനാണ് ആ പിലാക്കായി എന്താന്നുള്ളത് പറഞ്ഞത്. വസീലത്തു ഷിർക്ക് എന്ന് പറഞ്ഞാൽ ഷിർക്കുൽ അസ്ഗറാണ്. ഷിർക്കുൽ അസ്ഗറിന് ഉദാഹരണം പണ്ഡിതന്മാരൊക്കെ അഖീദയുടെ കിതാബ് നോക്കിക്കോളി. ആദ്യം പറഞ്ഞത് അൽ ഹലഫു ബി ഗൈരില്ല. അൽ ഹലഫു ബി ഗൈരില്ല പറഞ്ഞാൽ അള്ളല്ലാത്തവരെ കൊണ്ട് സത്യം ചെയ്യൽ. ബുഖാരിന്റെ ഒരു ഹദീസ് ഉദാഹരണത്തിനെടുക്കുക. മൻ ഹലഫ ബില്ലാത്ത് ഔ ഹലഫ ബിൽ ഉസ്സ ഫൽയഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്. ലാത്തനെ വിളിച്ചൊരാൾ സത്യം ചെയ്താൽ, അള്ളാനെ വിട്ട് ലാത്തനെ വിളിച്ച് സത്യം ചെയ്താൽ ഓ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറയട്ടെ എന്നാണ്. അപ്പോ ഈ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പുറത്തേക്ക് പോയി എന്ന് തന്നെയാണ്. അതാണ് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ പറഞ്ഞ, ഇസ്ഹാഖ് പ്ലീസ്, ഇത് ഇത്ര ഗൗരവമുള്ളതായതുകൊണ്ട് ഉറക്കൊഴിച്ച് നിങ്ങളും ഞാനൊക്കെ ഇരിക്കണേ. അപ്പൊ ഇതിനിടയ്ക്ക് അതുകൊണ്ടാണ് വളരെ വ്യക്തമായിട്ട് ഈ ഷിർക്കുൽ അസ്ഗറും ഷിർക്കുൽ അക്ബറും ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി എന്നതിന്റെ പരിധിയിൽ പെടും എന്ന് പറഞ്ഞത്. ഇബ്നു ബാസും അദ്ദേഹത്തിന്റെ ഫത്വയിൽ ഫകുല്ലു ഹാദാ മിന ഷിർക്കിൽ അക്ബർ എന്നത് രണ്ടിനെ പറ്റിയും അദ്ദേഹവും എടുത്തു പറഞ്ഞത്. ഇനി ഷിർക്കിലേക്കുള്ള വഴിന്ന് ആരെങ്കിലും പറഞ്ഞു? പലരും ഷിർക്ക് എന്ന് തന്നെ പറഞ്ഞു. ഷിർക്ക് ഗൗരവല്ലേ? നമ്മൾ എന്താണ് അതിൽ സ്വീകരിക്കേണ്ടത്? ഷിർക്കിലേക്കുള്ള വഴിയായിക്കോട്ടെ എന്ന് വെക്കുകയോ, അതല്ല ഷിർക്കെന്ന് പറഞ്ഞത് ഷിർക്കിന്റെ കാര്യത്തിൽ ഗൗരവം തന്നെ കാണേണ്ടത്. അതാണ് ഇവരും സ്വീകരിച്ചിട്ടുള്ളത്. ഇനി നിങ്ങൾ ആവർത്തിച്ച് പറയരുത് കേരളത്തിൽ അബ്ദുൽ ജബ്ബാർ മൗലവിയാണ് ഈ വിഷയം എഴുതിയത്, അതിനെ ന്യായീകരിച്ചും അതിനെ എതിർത്തുമാണ് ഈ ചർച്ചകൾ മുഴുവൻ നടക്കുന്നത്. ന്യായീകരിക്കാൻ വേണ്ടി ഇവർ തയ്യാറാക്കിയിട്ടുള്ള ഈ പ്രബന്ധത്തില് ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ചിലരിങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒന്നുകൂടി ഇതിപ്പോ എന്താ അറിയോ, ഇതിപ്പോ പിന്നെ സൽമാൻ സലാഹിനേറ്റൊക്കെ വേണമെങ്കിൽ ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഇരുന്നിട്ട് ഇത് മറിച്ച് വെച്ചിട്ട് ഇങ്ങനെ സംസാരിക്കാം. ഇത് പൂർണ്ണമായും ആവർത്തിച്ച് വായിച്ചിട്ടാണ് ഈ പറയുന്നത്. ഈ ജബ്ബാർ മൗലവിന്റെ അൽ ഇസ്ലാഹിലെ ഈ പേജ് കൊടുക്കുകയാണ്. എന്നിട്ട് ഇതിന്റെ അടിയിൽ ഈ ലേഖനത്തിൽ താഴെ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. യാ ഇബാദല്ലാ എന്ന വിളിയിൽ മലക്കുകളോ ജിന്നുകളോ ആ പ്രദേശത്ത് ഹാജറുണ്ടെന്ന് ഉറപ്പിച്ചിട്ടോ അതുമല്ലെങ്കിൽ അവയെ പ്രത്യേകമാക്കിയോ അല്ല വിളിക്കുന്നത്, മറിച്ച് അവിടെ അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ നിന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഇതിൽ ന്യായീകരിച്ച് യാ ഇബാദല്ലാ എന്ന ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ പറഞ്ഞാൽ ഈ വിളി ശിർക്കാണ് എന്ന് അഹ്ലുസുന്നയുടെ ഒരു പണ്ഡിതനും പറഞ്ഞതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അത് അങ്ങനെ തന്നെ തെളിവ് സഹിതം പറഞ്ഞത്. പിന്നെ മറിച്ച് ഇത് ശിർക്കിലേക്ക് വഴിവെക്കും എന്ന കാരണത്താൽ അത് വിരോധിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഈ വിഷയകമായി വന്നിട്ടുള്ള എല്ലാ ഹദീസുകളും ദുർബലമായതിനാൽ അതുകൊണ്ട് അമൽ എടുക്കൽ അനുവദനീയമല്ല എന്നാണ് വ്യക്തമാക്കുന്നത്. നിങ്ങൾ നോക്കി, ഇതിൽ ആദ്യം കൊടുത്ത തെളിവേദ സിയാനത്തുൽ ഇൻസാന. ഈ സിയാനത്തുൽ ഇൻസാനുകാരൻ പറയുന്നത് എന്താ? ഇത് ഈ വിളി ഇന്ന ഹാദിഹിൽ ഇസ്തിഗാസത മിൻ ജിൻസിൻ നൗഇൽ അവ്വൽ എന്ന് പറഞ്ഞാൽ ഫൈന ഹൗലായിൽ ഇബാദ് ലൈസു അംവാതൻ ബൽ അഹ്യാ മിൻ ജിൻസിൽ മലായിക ഖാദിറൂന അലൽ ഇആന. സഹായിക്കാൻ കഴിയുന്ന മരിക്കാത്ത ജീവനുള്ള ആളുകളാണ് ഇവർ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനത്തെ ചോദ്യം അനുവദനീയമാണ്. ഫൽ ഇസ്തിഗാസതു ബിഗൈരില്ലാഹി ഇദാ കാനത്ത് ഫീമാ ലാ യഖ്ദിറു അലൈഹി ഇല്ലല്ലാഹ്. ഇവിടെ തന്നെ മിനൻ ജിൻസിൽ അവ്വൽ എന്ന് പറഞ്ഞിട്ട് അനുവദനീയമാണ് എന്നാണ് അയാൾ പറയുന്നത്. അപ്പൊ ഈ തെളിവെടുത്തു കൊടുത്തത് ഈ കൊടുത്ത കിതാബിലെ തെളിവെങ്കിലും പൂർണ്ണമായിട്ട് എടുത്തു കൊടുത്തോലെ അംഗീകരിക്കണുണ്ടോ? ഇല്ല. ഇത് എഴുതി തയ്യാറാക്കി ഇതാണിപ്പോ ജമിയത്തുൽ നിലപാടിന് എതിരിലായി നാട്ടുകൂടിയൊക്കെ എല്ലാവരും കൊണ്ടുനടക്കുന്നത്. ഇത് വെറി എഴുതിണ്ടാക്കി ആ സമയത്ത് തന്നെ വേറെ ഒരാൾക്ക് അയച്ചു കൊടുത്തിടത്തുനിന്ന് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഞാൻ ആ സമയത്ത് തന്നെ അത് വായിച്ചും ചെയ്തിട്ടുണ്ട്. അന്ന് മുതൽക്ക് ഇന്ന് വരെ എൻ്റെ അടുത്തും ഈ സാധനമുണ്ട്.
ഞാനിത് സൂക്ഷ്മമായിട്ട് നോക്കി. പക്ഷെ ഇതിനൊരു മറുപടി എഴുതികാണ്ട് നമ്മളെ ഇടയിലുള്ള ആൾക്കാരെ കയ്യിനോടത്തോളം അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ട് കക്ഷി ആക്കണ്ട എന്നുള്ള നിലക്ക് തന്നെയാണ് നിൽക്കുന്നത്. ഇപ്പറഞ്ഞ ആളുകൾ ഇതിൽ എഴുതിയ 3 ആളുകളായിട്ട് ഞാൻ സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ കഴിഞ്ഞ ഞങ്ങളെ യാത്രയിലും അതിന്റെ മുമ്പും സംസാരിച്ചിട്ടുണ്ട്. അപ്പൊ ഇതിലുള്ള പ്രശ്നം എന്താ വെച്ചാൽ, ഇത് തെളിവിന് എടുത്തു കൊടുത്തന്നാൽ ഇത് അംഗീകരിക്കണ്ടേ? ഇത് അംഗീകരിക്കാന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ജായിസാണ് എന്ന് പറയണം. ഷിർക്കല്ല എന്ന് പറഞ്ഞ ഇവരിത് ജായിസാണ് എന്നാ പറയണത്. ഇത് എഴുതിയാലോ ഈ വാദം ഉന്നയിക്കുന്നവരോ ഇവിടെ ഉള്ള നിങ്ങളാരും അനുവദനീയെന്ന് പറയണില്ല. അപ്പൊ പിന്നെ ഈ ഇബാറത്ത് വെച്ചുങ്ങാണ്ട് ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ നിന്ന് വെച്ചുങ്ങാണ്ട് എന്തിന് ന്യായീകരിക്കണം? എന്താണ് അതിന്റെ ആവശ്യം? ആർക്കാണതുകൊണ്ട് ഗുണം? എത്ര ഗൗരവമുള്ളതാണ് ഈ വിഷയം. അതെ, ബാക്കി ഇതിൽ കൊടുത്തിട്ടുള്ളതൊക്കെ അങ്ങനെയാണ്. അതല്ലാതെ ഹറാമാണ് ഷിർക്കിലേക്കുള്ള വഴി. അല്ല, ആ പറഞ്ഞത് ഞാൻ പറഞ്ഞു, എന്നിട്ട് ബാക്കി പറഞ്ഞു. പണ്ഡിതന്മാര് ശിർക്കെന്ന് പറഞ്ഞതാണ് നമ്മളും പറഞ്ഞത്. ഇപ്പോ ഇനി ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ഈ വിഷയത്തില് സൽമാന്, ഇനി ഞാൻ അങ്ങനെ പറയട്ടെ, സൽമാൻ സ്വലാഹി, സക്കരിയ സ്വലാഹി അല്ലേ ഈ വിഷയത്തില് നല്ലോണം പഠിച്ച ആള്? ആ സക്കരിയ സ്വലാഹി എന്റെ വാക്കുകൾ വിട്ടളി, ഇവിടെ ഇപ്പൊ മുഹമ്മദ് അലി കൃത്യമായിട്ട് എടുത്തു പറഞ്ഞു അത് ശിർക്കാണ്. അതെ, KNMന്റെ മുമ്പിൽ അതിന്റെ ബാക്കിയും കൂടി ഞാൻ പൂരിപ്പിക്കാം. KNMന്റെ മുമ്പിൽ സക്കരിയ സ്വലാഹി എഴുതി ഒപ്പിട്ടിട്ടുണ്ട് ഷിർക്കാണ് എന്നത്. അതിന്റെ ശേഷം ആ ഒപ്പിട്ട തീരുമാനത്തിന്റെ ശേഷം ഷിർക്കാണ് എന്നതിനെതിരിൽ ഞാൻ പ്രസംഗിച്ചിട്ടില്ല, ഞാൻ ആ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്നു എന്നാണ്. രണ്ടും അല്ല 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 ഹറാമ് എന്ന് പറഞ്ഞതൊക്കെ നരകത്തേക്ക് മാത്രമല്ല. ഹറാമ് എന്ന് പറയുന്നത് ഷിർക്കിനെ പറ്റിയും ഹറാമ് എന്ന് അള്ള പറഞ്ഞതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അവിടെയാണ് ചെറിയ ഒരു കളി. ഞങ്ങളിത് ചർച്ച ചെയ്ത് എഴുതി തയ്യാറാക്കുമ്പോൾ ഷിർക്കാകുന്നതും ഹറാമാകുന്നതും എന്ന് എഴുതാൻ ബന്ധപ്പെട്ട ആള് ആവശ്യപ്പെട്ടപ്പോൾ ഞാൻ ചോദിച്ചു. അവിടെ തന്നെ പ്രശ്നം, മർമ്മ അവിടെ. ഹറാമാകുന്നതും എന്ന് പറഞ്ഞാൽ ഷിർക്കല്ലാത്തതും എന്നല്ലേ അതിന്റെ അർത്ഥം? അത് തന്നെ, എന്നാ പറ്റൂല. അതാണ് പിന്നെ ഞങ്ങൾ ചർച്ച ചെയ്തിട്ട് ഷിർക്കും ഹറാമും ആകുന്നു. എന്തിനാ രണ്ടെണ്ണം എഴുതിയത്? ഷിർക്ക് എന്ന് പറയുന്നത് ആ വിഷയത്തിന്റെ ഗൗരവവും അതിനെ സംബന്ധിച്ചുള്ള ശരിയായ നിലപാട് ഷിർക്കാണോ അല്ലേ എന്നതാണ്. മതവിധി എന്താണ്? ഹറാമാണ്. ഇനി ഷിർക്കിന്റെ ഹുക്കം എന്താ? അത് ഹറാം തന്നെ. അപ്പൊ ഹറാമായ കാര്യം നരകത്തിൽ ശാശ്വതമായി കിടക്കുന്നതാകൂലാന്ന് സൽമാൻ സ്വലാഹി പറയരുത്. വേറൊരു സാധാരണക്കാരൻ പറയാ, ഖുൽ ഇന്നമാ ഹറമ റബ്ബിയൽ ഫവാഹിഷ മാ ളഹറ മിൻഹാ വമാ ബതൻ. അല്ലാഹ് ഹറാമാക്കിയ കാര്യം എന്നാ? ഫാഹിഷത്ത് ഹറാമാണ്. എന്നിട്ട് ആ കൂട്ടത്തിൽ പറയാ വ അൻ തുശ്രികൂ ബില്ലാഹി മാ ലം യുനസ്സിൽ ബിഹി സുൽത്താന. ഒരു സുൽത്താനും തെളിവുമില്ലാത്ത ഷിർക്കും എന്താണ്? അല്ലാഹ് ഹറാമാക്കിയതാണ്. അപ്പൊ ഹറാം എന്ന് പറഞ്ഞാൽ പോരാ, ഷിർക്കും എന്ന് പറയണം, എന്നിട്ട് ഹറാമും എന്ന് പറയണം. അത് തന്നെയാണ് അതിലുള്ള ഗൗരവം.
എവിടെ പറഞ്ഞ്? എവിടെ പറഞ്ഞത്? ഈ ഹദീസിന്റെ വ്യാഖ്യാനത്തിലോ? ഈ ഹദീസിന്റെ വ്യാഖ്യാനത്തിൽ വസീലത്തു മിന ശിർക്ക് എന്നാണ് പറഞ്ഞത്. ആ പിന്നെ ഇപ്പോ ആദ്യം പറഞ്ഞ സംഗതി എന്തേ? ശരി, ഈ ഹദീസ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഞാൻ വീണ്ടും അത് അടിവരയിടുകയാണ്. കേരളത്തിൽ മലയാളികൾക്കിടയിൽ ഇന്ന് ഈ വിഷയം ചർച്ചയ്ക്ക് വന്നത് അബ്ദുൽ ജബ്ബാർ മൗലവിന്റെ എഴുത്താ. മൂപ്പര് ഈ ഹദീസുമായിട്ട് ബന്ധപ്പെട്ടേ അല്ല പറഞ്ഞിട്ടുള്ളത്. അതല്ല നിങ്ങൾ മനസ്സിലാക്കേണ്ട. അത് അങ്ങനെ വിടാൻ പറ്റുന്നതല്ല. എന്താ അറിയോ, ഈ ഹദീസാണെങ്കിലും വേറെ ഹദീസാണെങ്കിലും ജിന്നിനോട് സഹായം ചോദിച്ചാൽ ശിർക്കന്നല്ലേ? ജിന്നിനോട് സഹായം ചോദിക്കൽ ശിർക്കാണ് എന്ന് പറഞ്ഞാൽ അതിന് തെളിവ് ഈ ഹദീസാണെങ്കിലും ഇനി വേറെ ഹദീസാണെങ്കിലും ശിർക്കാവൂലേ? നിക്ക് ഞാൻ പറയട്ടെ. ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ പറയണമെന്നുണ്ടോ? ഞാൻ പറയട്ടെ. ഇനി ഇരിക്കും സൽമാൻ ഞാൻ പറയട്ടെ. ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞാൽ മാത്രമേ ശിർക്കാവുള്ളൂ, അല്ലെങ്കിൽ ശിർക്കാവൂല. ജിന്നിനോട് സഹായം ചോദിക്കൽ ശിർക്കാണോ? അല്ലേ? വിഷയതാണ്. അപ്പൊ ശിർക്കാണ് അല്ലെങ്കിൽ ശിർക്കല്ല? രണ്ടാമത്തെ ഒരു ഉത്തരം. ശരി, ശിർക്കാണ് എങ്കിൽ അതിനെന്താ തെളിവ്? ശിർക്കാണെങ്കിൽ എന്താ തെളിവ്? ശിർക്കല്ലെങ്കിൽ അതിനെന്താ തെളിവ്? ഈ ഹദീസ് ആണെങ്കിൽ മാത്രം ശിർക്കല്ല, അല്ലാത്തതാണെങ്കിൽ ശിർക്കാകാം. അങ്ങനെ പറയാൻ പറ്റൂ? അതൊരു പൊട്ടത്തരല്ലേ? ഇനി ബാക്കി കേൾക്ക്. ഒന്നത്, ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ ശിർക്കാവൂല, അല്ലാത്തതിന്റെ അടിസ്ഥാനത്തിൽ ശിർക്കാകും. അങ്ങനെയുള്ള വിവേചനം ഒരു നിലക്കും സാമാന്യമായി ദീൻ പഠിക്കുന്ന ഒരാൾ പറയാൻ പാടില്ല. കിതാബ് നോക്കുകയാണെങ്കിൽ കിതാബിൽ എന്തെല്ലാം കാണും? പലതും കാണും. ഞാൻ മൂന്ന് നേര നിസ്കാരത്തിനും അതുപോലെ തന്നെ ഇന്ന് നടക്കുന്ന ലൈലത്തുൽ ഖദറിനെ സംബന്ധിച്ച് 40-ൽ ചില്ലാൻ അഭിപ്രായങ്ങളുണ്ട്, അഭിപ്രായ വ്യത്യാസങ്ങൾ. അങ്ങനെ അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങൾ. രണ്ടാമത്തെ ഒരു സംഗതി, ഇതിന്റെ അടിസ്ഥാനത്തിൽ അൽബാനി മലക്കിനോട് ചോദിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അൽബാനി പറഞ്ഞിട്ടില്ല. അതിന്റെ ഇല്ല അതാ ഞാൻ പറഞ്ഞത്. അതിന്റെ വാക്യം കൂടി സൽമാൻ സ്വലാഹി ഒന്ന് ആ ഭാഗം എടുത്ത് വായിക്കുക. ഞാൻ വായിച്ചതാണ് ഈ പറയുന്നത്. എന്നാ കേട്ടോ, ഈ പറഞ്ഞതിന് എതിരുള്ളത് എനിക്ക് കാണിച്ചോണ്ട. അതെ, ഞാൻ പറഞ്ഞുതരാം. ആദ്യം അൽബാനി ഇത് ജിന്നോ അതേപോലെ തന്നെ പിന്നെ ഗായിബീങ്ങളോ റിജാലുൽ ഗൈബോ ആണ് എന്ന് പറയാൻ പാടില്ല, അത് ശിർക്കാണ് എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞത്